ഭക്തിസാന്ദ്രമായ ഒരു ഡിസ്കഷനാണ് നമ്മുടെ ഇന്നത്തത്. കാരണം നമ്മൾ പാൻ ഇന്ത്യൻ സിനിമയായിട്ടുള്ള കണ്ണപ്പ കണ്ടുവന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഷോ കണ്ട ആളാണ്. ഇവർ ഇന്ന് സെക്കൻഡ് ഡേ ഫസ്റ്റ് ഷോ. അപ്പോൾ നമുക്ക് കണ്ണപ്പയെ പറ്റി സംസാരിക്കാം. കണ്ണപ്പയുടെ ട്രെയിലർ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ട് അതിനകത്തൊരു ചെറിയ പീസ് കട്ട് ചെയ്ത്, അതിൽ എസ്പെഷ്യലി ലാലേട്ടൻ അതിൻ്റെ ഓഡിയോ ലോഞ്ച് പക്ഷേ കേരളത്തിൽ വന്നവർ ചെയ്ത സമയത്ത് അവിടെ സംസാരിച്ചൊരു ചെറിയ പീസ് നമ്മളൊരു റീല് പോലെ കട്ട് ചെയ്ത് ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. അതിന് ആക്ച്വലി നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിന് താഴെ കമൻറ്റും ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. അത് ബേസിക്കലി കമൻറ്റ് ചെയ്യാൻ വന്നതിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ ലാലേട്ടൻ ഫാൻസ് ആയിരുന്നു. കാര്യം അവരുടെ ഒരു കരച്ചിലാണ് അവിടെ. കാര്യം ലാലേട്ടൻ അങ്ങനെ പറയുന്നത്, ലാലേട്ടൻ അറിയാവുന്ന സത്യമാണെങ്കിലും നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സങ്കടം. അതെ എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനെയാണ്, പുള്ളിയുടെ പരിപാടി ഇങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവം എന്ന് അറിഞ്ഞാലും ലാലേട്ടൻ ആരാധകർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വന്ന് കരയും, സ്വാഭാവികമായിട്ട് വന്ന് കരയട്ടെ, നോ പ്രോബ്ലം. അതിൻ്റെ താഴെ വന്ന് പറയുന്നത് പടം ഒന്ന് ഇറങ്ങട്ടാ എന്ന് ഇറങ്ങിയിട്ട് നീയൊക്കെ വിമർശിക്കുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അല്ലേ? മറ്റേ പക്ഷേ ഈ പടത്തിൽ പടത്തിനകത്തും ലാലേട്ടനൊക്കെ അതെ, ലാലേട്ടൻ സേഫാണ് പടത്തിൽ. ലാലേട്ടൻ പടത്തിൽ സേഫാണ്. കാരണം പടത്തിൽ കുറച്ച് നേരമല്ലേ ഉള്ളൂ, സമയം കിട്ടിയില്ല അധികം പക്ഷേ ഇറങ്ങുമ്പോൾ ഉറപ്പാണ്. മറ്റേ ആ ഇൻ്റർവെൽ ഷോട്ട് ഏറില്ല. അപ്പോൾ ആ ഇൻ്റർവെൽ ഷോട്ട് ബേസിക്കലി ഇറങ്ങി കഴിയുമ്പം കുറച്ച് മീമക്കായി മാറാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് കണ്ണപ്പയെ പറ്റി സംസാരിക്കാം. കണ്ണപ്പ എന്ന് പറയുന്നത് ശരിക്കും കാളഹസ്തി അല്ലേ? കാളഹസ്തിയിലെ പറയൂ, അതിനെപ്പറ്റി നിങ്ങൾ പറയൂ ഇല്ലാണ്ട്. അല്ല, മറ്റേ ഞാനൊരു ഫോട്ടോ എടുത്തായിരുന്നു. എന്നിട്ട് ആ ഫോട്ടോ എന്ത് ഇത് വായിക്കാം. ആന്ധ്രാപ്രദേശത്തിലെ ഇപ്പം കണ്ടല്ലോ നിങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. കാളഹസ്തി ക്ഷേത്രത്തിൽ അത് കണ്ണപ്പ എന്നൊരു ഭക്തനുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ കഥ വേറൊരു പുസ്തകത്തിൽ നിന്ന്, കാളഹസ്തി എന്തോ ഒരു സംഭവത്തിൽ നിന്ന് എടുത്ത ആ കഥ എടുത്തിട്ട് പിന്നെ ഇവർ ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സംഭവമാണ് നമുക്ക്. അതായത് അത് എന്തിനാണ്ടി അങ്ങനെ പറയുന്നത് അറിയോ പ്രത്യേകം? അതായത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ, നാളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഇതെൻ്റെ വേർഷനാണെന്ന് പറയാമല്ലോ. ഏത് പണ്ട് മറ്റേ ഓം റൗട്ട് പറഞ്ഞ പോലെ, നമ്മൾ കണ്ട ആദിപുരുഷൻ എന്ന് പറയുന്നത് ഓം റൗട്ടിൻ്റെ രാമായണമാണ്. മനസ്സിലായി? അത്രേ ഉള്ളൂ. ഓം റൗട്ടിൻ്റെ രാമായണമാണ് ആദിപുരുഷൻ. അതുകൊണ്ട് തന്നെ ശരിക്കുള്ള രാമായണം ആദിപുരുഷൻ തമ്മിൽ ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അതിനകത്ത് ഹനുമാന് സീറ്റ് റിസർവ് ചെയ്തപോലെ ഞങ്ങളുടെ തിയേറ്ററിൽ ഇഷ്ടംപോലെ സീറ്റ് അത് ആർക്ക് വേണ്ടിയായിരുന്നു? ശിവന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. ശിവനും ഫാമിലിക്കും വേണ്ടിയാണെങ്കിലും സീറ്റ് എത്ര റിസർവ് ചെയ്തിട്ടുണ്ട്? തിയേറ്റർ പൂരപ്പുറം വരുന്നു. പൂരം കഴിഞ്ഞ പറമ്പ് ഒരുത്തം മാത്രം കൈയടിക്കുന്നത് ഒരാൾ ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവനാണ് ട്രൂ ഫാൻ. ലാലേട്ടൻ പറഞ്ഞ ആ ഫാൻ അവനാണ്. അതായത് സിനിമ ആസ്വാദകൻ അവനാണ് ശരിക്കും മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്നവൻ. അതായത് ആക്ച്വലി അവനാണ് അപ്പോൾ എൻജോയ് ചെയ്തത്. അത് തന്നെ. അങ്ങനെയുള്ള ആൾക്കാർ വേണം തിയേറ്ററിൽ സിനിമ കാണാൻ കയറാൻ. എന്നാലല്ലേ പാൻ ഇന്ത്യൻ സിനിമ. എന്തിന് തമാശ, ഒന്നാമത്തെ ദിവസം വൈകുന്നേരം 6 മണിയായപ്പോൾ ഇവരൊരു പോസ്റ്റർ ഇറക്കി. എന്തുവാ? ഇൻഡസ്ട്രി ഹിറ്റ്. കണ്ടായിരുന്നോ? ലീക്കായതാണ്. അല്ല, ഇവർ ഇന്നലെ ഒരു പോസ്റ്റർ ഇറക്കിയതാണ് ട്വിറ്ററിൽ, ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ്. കണ്ണപ്പ ഇൻഡസ്ട്രി ഹിറ്റ് നേരത്തെ ഇറക്കാൻ പറ്റുന്നത്. ഓൾറെഡി ഈ പോസ്റ്ററൊക്കെ ഡിസൈനേഴ്സ് ഓൾറെഡി ചെയ്ത് വെക്കുമല്ലോ. കൈമാറത്തെ അത് പ്രത്യേകം ഒരു മെൻഷൻ ചെയ്തില്ല. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് മാത്രം പറഞ്ഞു. എനിക്കൊന്ന് മറ്റേ ഈ റിവ്യൂസ് ഇല്ല നമ്മുടെ കോക്കിനെ പോലെയൊക്കെയുള്ള, അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂ കഴിഞ്ഞിട്ട് ആൾ കൂടുതൽ കയറുമെന്ന് തോന്നുന്നു. അതെ ഡെഫിനറ്റ്ലി കയറും. കാരണം ആൾ കയറുന്ന വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ 12 പേര് എന്തോ തിയേറ്ററിലുള്ളൂ. 14 പേര് ഞങ്ങൾ കാണാൻ 14 പേര് ഞാൻ ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഷോ നടക്കത്തില്ലായിരിക്കും. പക്ഷേ തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാൻ ആളുണ്ടായിരുന്നുകൊണ്ട് ഷോ നടന്നു. 12 പേരുണ്ടായിരുന്നുകൊണ്ട് 10 പേര് മതി. 12 പേരുണ്ടായിരുന്നു ഷോ. അതായത് പുള്ളിയൊക്കെ പറയുന്ന പോലെ എന്തോ കാട്ടപരാധം മൈൻഡ് സെറ്റിൽ ഇരിക്കുവാണെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ ഓഡിയൻസ് ഉണ്ട്. ഈ സിനിമ കാണാൻ ഞാൻ ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്, അജിത്തിനോട് ഞാൻ വിളിക്കുന്നു. അജിത്തെ കണ്ണപ്പ കാണാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ. എന്താ കാര്യം? വാച്ച് ഇറ്റ് ഫോർ ദ പ്ലോട്ട്. എന്താണ് ആ പ്ലോട്ട്? പ്രീതി മുകുന്ദനുണ്ട്. ചേട്ടാ എപ്പോഴാണ് ചേട്ടാ ഷോ എന്നാണ് അടുത്ത ചോദ്യം. ഞങ്ങൾ രണ്ടുപേരുടെ പോയിരുന്നു. സിനിമ ഒരു 3 മണിക്കൂർ 3 മിനിറ്റ് എൻജോയ് ചെയ്തു. അതായത് നമുക്കറിയാം ഈ സിനിമ എങ്ങനെയാണ് ഇത് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ശരിക്കും എൻ്റർടൈൻഡ് ആയി അല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ പടം? 3 മണിക്കൂർ 3 മിനിറ്റ്. എനിക്ക് നല്ലൊരു പടമായിട്ട് തോന്നിയത്. നല്ലൊരു ഇദ്ദേഹം ഭക്തിസാധനമായി തിയേറ്ററിൽ മറ്റേ ശിവൻ ഡാൻസ് കളിച്ച സമയത്ത് എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞാനിടയ്ക്ക് തമാശ പറയാൻ നോക്കുമ്പോൾ കണ്ണൊക്കെ തുടക്കുക. സ്റ്റോറി അല്ലേ? അതെ അതെ.
ഇടയ്ക്ക് ടച്ച് ചെയ്ത് കുടയൊക്കെ താഴെ പോയായിരുന്നു. ബേസിക്കലി കണ്ണപ്പയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കഥയുണ്ട്. അതിൽ ആ കൊച്ചു പറയുന്നുണ്ടല്ലോ, ദൈവവുമില്ല ഒരു കൊന്തവുമില്ല. അത് ആക്ച്വലി നമ്മുടെ വിഷ്ണുമതിന്റെ മകനല്ലേ? എനിക്കറിയാൻ പറ്റില്ല. പുള്ളി ഇതൊരു ഫാമിലി പടമാണല്ലോ. അപ്പം ഈ അഭിനയിക്കാൻ അറിയാത്തത് പരമ്പരാഗതമായി കിട്ടിയത് അത് ഇച്ചിരി കൂടി പോയില്ല. എനിക്കതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്, ഇവർ ഇത്രയും വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇത്രയും വർഷമായിട്ട് ഇവർ സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്രയും നാളായിട്ടും ഇത് പഠിച്ചിട്ടില്ല അല്ലേ? അല്ല, പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ജാംബോന്റെ അപ്പൂപ്പന്റെ കാലത്ത് സിനിമ ഉണ്ടായിരുന്നെങ്കിൽ ഏത് തരം പടമായിരിക്കും ഇറങ്ങാൻ. അതെ അതെ, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എക്സ്പീരിയൻസ് നമുക്ക് തരണം. ഇവർക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ് ആവാൻ വേണ്ടി ഇവരുടെ കയ്യിൽ ഇപ്പോൾ പൈസ കൊടുത്താൽ VFX ചെയ്യാനും ആക്ഷൻ ചെയ്യാനും കോസ്റ്റ്യൂം ചെയ്യാനും എല്ലാ ആളുണ്ട്. എന്നിട്ടും എനിക്ക് ഞാൻ ഇവരോട് പറയായിരുന്നു, മറ്റേ ഇവർക്ക് പറ്റിയ അബദ്ധം ന്യൂസിലൻഡിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എല്ലാവരെയും കൊണ്ടുപോകുന്നത് ചെലവാണ്. അല്ല, അവിടെ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടിയുള്ളൂ. എല്ലാ സീനും ഉച്ചയ്ക്കാണ്. അല്ലല്ല, തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ന്യൂസിലൻഡിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് ഈ വലിയ ക്രൂവിനെ മൊത്തത്തിൽ കൊണ്ടുപോകാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 4 പേരെ ഫ്രെയിമിൽ നിർത്തും. ആ 4 പേര് ഫോക്കസിലായിരിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെല്ലാവരും ഗ്രീൻ മാറ്റിൽ സെപ്പറേറ്റ് പ്ലേറ്റ്സ് ആയിട്ട് നാട്ടിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ട് ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇവർ ഇങ്ങനെ നിൽക്കുന്ന സാധനം കിട്ടിയാൽ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്നവർ ആരുടെ ഷാഡോ ഇല്ല. അപ്പം നമ്മളിങ്ങനെ ഇവരിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിൽക്കുമായിരിക്കും. നമ്മൾ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരും ഏറെ നിൽക്കും ഇങ്ങനെ. എടാ, അത് സൂര്യൻ ഉച്ചയ്ക്ക് സോറി എൻ്റെ മിസ്റ്റേക്ക്. അതെ ഏറ്റവും കിട്ടുന്ന സാധനം എന്താ പറയുക, ഞാനിത് ഒരു വാർ സീക്വൻസ് ഉണ്ട്. വാറല്ല, ഒരു സെക്കൻഡ് ഹാഫിൽ മെയിൻ വില്ലനുമായിട്ടൊരു ഫൈറ്റ് നടക്കും. ആ ഫൈറ്റ് സീൻ നമ്മൾ എന്നാൽ ഫൈറ്റ് കാണാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്ത് പറ്റും, സ്പിൻബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഏതിൽ എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഉണ്ട്. ആ സ്പിൻബ്ലർ എടുത്ത് അങ്ങ് ഇടും. അപ്പോൾ ഒരു സെൻറ്ററിലെ കുറച്ച് ഏരിയയിൽ മാത്രം ഫോക്കസും ചുറ്റും ബ്ലറായിരിക്കും. അതിന്റെ സീക്വൻസ് ആണ് ആർട്ടിസ്റ്റ് കാണാതെ. അതെങ്ങനെ ചാടി പോയിരുന്നല്ലോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാർ സീക്വൻസിന്റെ സീക്വൻസിന്റെ പ്രശ്നം, അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു 100 ആർട്ടിസ്റ്റ് എങ്കിലും മിനിമം വേണം. അല്ല 50 പേര് മിനിമം കൊണ്ടുപോകാം. 10 പേരേ ഉള്ളൂ ആകെ സെറ്റിൽ, 10 പേരേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഫ്രെയിം വെച്ചാലും 10 പേരെ ബാക്ക്ഗ്രൗണ്ട് നിൽക്കാനുള്ളൂ. അപ്പം ബാക്കി ബാക്ക്ഗ്രൗണ്ട് യുദ്ധം ചെയ്യുന്നവരെല്ലാവരും ഇതാണ് CGI ക്യാരക്ടേഴ്സും മറ്റേ സെപ്പറേറ്റ് പ്ലേസ്. അത് ശിവനാവുമ്പോഴത്തേക്ക് ഫുള്ള് വെളിച്ചം. അല്ല, ഫുള്ള് വെളിച്ചം വന്നിട്ട് നമ്മൾ വലിയ സംഭവം എന്തോ അവന്റെ അറിയുന്ന സാധനം കൊള്ളുന്ന സൈഡിൽ നിൽക്കുന്നവരെ കൊണ്ടാവും വീട് ചൂലം പോയി. സൂര്യൻ ഉദിച്ച്, പക്ഷെ വില്ലനെ കാണിച്ച വില്ലൻ ഇട്ട് നിൽക്കുക. എടാ, സൂര്യൻ ഉദിച്ചല്ല, ബേസിക്കലി അവിടെ മറ്റേ അണ്ണനെ മാറുകയാണ്. ഇവരെല്ലാം കൂടി രാജമൗലി പടത്തിന്റെ കംപ്ലീറ്റ് CD മേടിച്ചു. അത് അതിനകത്ത് ലാസ്റ്റ് ഇങ്ങനെ വില്ലനെ കൊല്ലുമ്പോൾ അങ്ങനെയല്ല ഞാൻ പറയാം. അതായത് നമ്മുടെ മോഹൻ ബാബു മക്കളെയും കൊണ്ട് മുല്ലക്ക ചർപ്പിന് പോകുന്നു. അവിടെ ചെല്ലും അച്ഛാ എനിക്ക് രാജമൗലിയുടെ പടത്തിന് CD വേണം അച്ഛാ എന്ന് പറഞ്ഞ് കരയുമ്പം അടുക്ക ചർക്ക ഒറ്റ അടി വെച്ച് തരുമെന്ന് പറഞ്ഞിട്ട് അവസാനം ഇവന് കരച്ച് സഹിക്കാൻ വന്നപ്പം പുള്ളി അവിടുത്തെ എൻ്റെ കടയിൽ കയറുന്നു. കല്ലുപാലത്തിന് അവിടെയുള്ള കടയിലേക്ക് CD കടയിൽ കയറുന്നു. അവിടുന്ന് രാജമൗലി സീനുകൾ മാത്രം എല്ലാം വായിക്കുന്നു കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ വീട്ടിൽ കൊണ്ടുപോയി ചെറുക്കനായിട്ട് കാണിക്കും. ചെറുക്കനാണ് ഇതിരുന്നങ്ങ് കണ്ട് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞ് ഇവൻ്റെ തലയിൽ ഒരു കഥ വരും. അച്ഛ കിട്ടി കണ്ണപ്പ പൊക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൈവീശി അടിച്ചതാ. അച്ഛാ, ഒരു 200 കോടി ഇറക്കാമെങ്കിൽ നമുക്കൊരു ഇൻഡസ്ട്രി ഇട്ടടിക്കാം എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയാം. അത് തിരിച്ച് കുടുംബത്തിലെത്തും. അതായത് നായകൻ പൈസ വാങ്ങിയൊന്നുമില്ല. പക്ഷേ അനിയനും പെങ്ങളും ഒക്കെ ഉടക്കായതുകൊണ്ട് അവരില്ലല്ലോ പടത്തിൽ. അവരില്ല, അവർ വരാത്തോണ്ടാണ്. അത് ഞാൻ കണ്ടില്ല. പെങ്ങളെ വേറൊരു മഞ്ജുവും കൂടെ ഉണ്ടായിരുന്നല്ലോ, വിഷ്ണു മറ്റേ ഇത് മനോജ് മഞ്ജുവും അനിയൻ അന്നില്ല പടത്തില്ല. അവർ തമ്മിൽ അടിയല്ലേ ചേട്ടാ? അവനല്ലേ ആർട്ടിസ്റ്റ് എടുത്തോണ്ട് പോയത്? അതല്ലടാ, പടത്തിന്റെ ടൈറ്റിലിൽ വേറൊരു മഞ്ജുവിന്റെ പേര് ലക്ഷ്മി മഞ്ജു അല്ല, ലക്ഷ്മി മഞ്ജു ആണ് നമ്മുടെ മോൺസ്റ്ററിലെ മറ്റേ വില്ലത്തിയായിട്ട് വരുന്നത്. അതാ പറഞ്ഞത് ലക്ഷ്മി മഞ്ജു പെങ്ങള്. ലക്ഷ്മി മഞ്ജു ഉണ്ടെന്നാ പറഞ്ഞു, പടത്തിൽ കണ്ടില്ല. എല്ലാവർക്കും നന്ദി കൊടുക്കും. ഒരു ബോംബ് ബോംബ് പടത്തിലേക്ക് എന്താല്ലേ ഇത് കോമൺ ഫാക്ട് എന്താ അറിയാം. ഇതിലെ കോമൺ ഫാക്ടർ എന്താന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി കഴിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞത് ആക്ച്വലി ലാലേട്ടൻ അന്ന് കൊടുത്ത വാക്കാണ് ഞാൻ വന്ന് അഭിനയിച്ചേക്കാം. അതെ ലാലേട്ടൻ പറഞ്ഞ ഒരു ബോംബ് നിങ്ങൾ മലയാളത്തിൽ ഇട്ടില്ലേ, ഒരു ബോംബ് തെലുങ്കിൽ ഇടിച്ചേ എന്ന് പറഞ്ഞിട്ട് പോയി സെഞ്ചിട്ടേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി തോന്നിയത് ഇവര് ശിവഭക്തർക്കെതിരായിട്ട് എടുത്ത പടം. ശിവഭക്തർക്കെന്നല്ല, ഇവർ ശരിക്കും ദൈവങ്ങളെ കളിയാക്കാൻ വേണ്ടി ഇവർക്കൊരു ഇഷ്ടം.
അതെ അതെ. ശരിക്കും നമ്മൾ ഞാൻ ബേസിക്കലി എനിക്ക് അങ്ങനെ അതിൽ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ എന്താ കുറ്റം പറയാനോ അങ്ങനെ പോകുന്നില്ല. നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ സിനിമ കണ്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ നായകൻ ഒരു എത്തിസ്റ്റ് ആകുകയാണല്ലോ. ആ തുടക്കത്തിൽ തന്നെ നായകൻ ഒരു എത്തിസ്റ്റായി മാറുന്നു. മറ്റേ തുടക്കം തൊട്ടേ അവന് വലിയ കാര്യമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി അവൻ്റെ കൂട്ടുകാരനെ കൊല്ലുന്ന ബലി കൊടുക്കുന്ന സമയത്തേക്ക് ദൈവത്തിൽ അങ്ങ് വിശ്വാസമില്ല. ആചാരങ്ങൾക്കും പുള്ളി പറയുന്നത് ദൈവം ഇല്ല ഒന്നും ഇല്ല എന്ന് പറയുന്നുള്ളൂ. അപ്പം ഈ പുള്ളിക്കാരന് അങ്ങനെ ഒരാളെ ഒരു അന്ധവിശ്വാസി, എങ്ങനെ ലിറ്ററലി അന്ധവിശ്വാസി, കണ്ണുകളില്ലാത്ത ഒരു അന്ധവിശ്വാസി ലെവലിലേക്ക് മാറ്റുന്ന ഒരാർക്കാണ് ഈ സിനിമ. അപ്പോൾ അതിൽ ശിവനാണെങ്കിലും മേളിൽ ഇരുന്നിട്ട് ഇവനെ കൊണ്ട് നോക്കിയോ, പാർവതി നോക്കിയോ, ഇവനെ കൊണ്ട് ഞാൻ വിശ്വാസത്തിലേ നീ എന്നിൽ ലയിക്കത്തുള്ളൂ. അതെ, നിന്നെ കൊണ്ട് ഞാൻ ശിവനെ എന്ന് വിളിപ്പിക്കാതെ എനിക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞ് പാർവതിയും ശിവനും കൂടെ മേളിൽ ഇരുന്ന് വട്ട് കളിക്കും. അവർ വട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ചെല്ലുമ്പോൾ അവിടെ ആരുണ്ട്, സുരാജ് അഞ്ഞാറുണ്ട്. അപ്പോൾ അവിടെ ശിവനെ എന്ന് പറഞ്ഞ് ഈ പടത്തിലൊരു പോയിന്റിൽ ഇവരിങ്ങനെ എല്ലാവരും ശിവനെ എന്ന് വിളിക്കുന്നത്, അത് ശരിക്കും നമ്മളിനെ കണ്ണടച്ച് കേട്ട സുരാജ് മറ്റേ പടത്തിൽ ശിവനെ എന്ന് വിളിക്കുന്ന അതേ വൈബിലായിരുന്നു. അല്ല, പക്ഷേ അത് ഈ പടത്തിൻ്റെ എല്ലാ മേഖലയും ഒരേപോലെ പരാജയപ്പെടുന്ന പടങ്ങളുടെ കൂട്ടത്തിലാണ്. അതായത് കങ്കുവയ്ക്ക് ശേഷം ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്കാരം നാടകം എന്ന ലൈനിലാണ് ഈ പടം. ചേട്ടാ ഞാനൊരു കാര്യം ചേട്ടാ, ഇത്രയും വർഷമായിട്ടില്ലേ, എനിക്ക് ഈ പടത്തിൽ ഏറ്റവും വെറുപ്പിലായിട്ട് തോന്നിയ ഒരാളാണ് ആരെന്നറിയോ? മധുബാലയുടെ ആക്ട്. അതായത് ഈ സിനിമയിൽ മോശം ആക്ടിങ്ങിൻ്റെ ഒരു പെരുമഴയാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മാത്രം വേറെ ഏതോ മീറ്ററിൽ അഭിനയിക്കുന്നത്. വേറെ മീറ്റർ എന്ന് പറഞ്ഞാൽ നാടകത്തിൽ പോലും ഇങ്ങനെ അഭിനയിച്ച അവർ അടിക്കും. അല്ല, ചേരുന്നില്ല അവർക്കൊന്നാളോട്. മധുബാലയൊക്കെ മോശമായിട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ ലാസ്റ്റ് എഴുന്നേറ്റ് വരത്തില്ല മറ്റേ നിന്നെ ഞാൻ ദ്രോഹിക്കും. ആക്ച്വലി അവനായിരുന്നു ട്രൂ ലവർ. അവൻ അവളോട് നിൽക്കണം ആഗ്രഹിച്ചു. മറ്റേ വില്ലനല്ലേ പറയാൻ പറ്റുമോ? പാവ മനുഷ്യൻ ഒരുത്തനെ അടിച്ചിടത്തില്ലേ. നെമിലിയുടെ ആദ്യ കാമല്ല, അപ്പനെ കൊല്ലുന്നവൻ. അപ്പന്റെ ഉപദേശം സഹിക്കാൻ വയ്യാതാണ് അപ്പന്റെ തലയ്ക്ക് മറ്റേ കല്ലെടുത്തിട്ട് അവൻ കൊല്ലും. മിണ്ടരുതിരിയത്. അവന് മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. ഇന്നെന്താ കഴിക്കാൻ, അവനെന്തോ 2 ആഴ്ച കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴും നേരെ അങ്ങോട്ടാ പോകുന്നു. അവന് നെമിലി ഇത് തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ മലയാളം ഡബിങ് എസ്പെഷ്യലി ഡയലോഗ് വല്ലാണ്ട് ചതിച്ചിട്ടുണ്ട്. അതെ, ഡബിങ്ങിന്റെ പ്രശ്നം വെച്ചാൽ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വിടും. അതൊക്കെ അപ്പുറത്തേക്ക് ഈ ഡയലോഗ്സ് ഉണ്ടല്ലോ, ഈ ഡയലോഗ് എഴുതി വെച്ചവൻ അവൻ എന്തോ ദ്വയാർത്ഥത്തിലായി തിയേറ്ററിൽ ഇരുന്ന് കണ്ടോണ്ടിരുന്നിട്ട് തിയേറ്ററിൽ എന്ത് ചിരി കണ്ടോ. എനിക്ക് കുലകൾ വേണം എന്ന് പറയുമ്പോൾ ബറ്റോ പിടിച്ച് റാണി വിരൽ 4 പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും മുട്ടുന്നുണ്ട്. തിയേറ്ററിൽ എന്ത് ചിരിയരുത്. റാണി ആ കുലകൾ കാണുന്നുണ്ട്. അതെ, കണ്ണപ്പ തീരുമെന്ന് എഴുതിയതറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ റൈറ്റിങ്ങിൽ 4 പേര് പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെച്ച പോലെ ഏതായാലും ഇപ്പം നമ്മളൊക്കെ പ്രശംസിക്കാണല്ലോ അവനെ, അല്ലേ? ഞാൻ ഇനി കുറച്ചുകൂടെ പറയാം ഇവന്റെ കുറച്ച് ധീരത എന്ന് പറഞ്ഞിട്ട്. അതെ, എങ്ങനെ പറയുന്നത്, മറ്റേ അങ്കിൾ പറയൂ, കണ്ണപ്പന്റെ 2 കഥ പറയൂ എന്ന് പറയുമ്പോൾ സോറി, കണ്ണപ്പനല്ല തിണ്ണനാണ്. കണ്ണപ്പൻ അവസാനമാണ്, അതൊന്ന് ആദ്യം തിണ്ണൻ. നമുക്ക് തിണ്ണനെ പറ്റി സംസാരിക്കാം. ഈ മറ്റിതില്ലേ തുടക്കം ശരത് പവാർ പറയുന്ന കഥ, മറ്റേ കടുവയുടെ ആ കഥ പിന്നെയും രസമുണ്ടായിരുന്നു. കടുവയുടെ ഇത് ഊരി പക്ഷേ ആറാറിലെ തുടക്കമുള്ള സീൻ പോലെയൊക്കെ എടുക്കായിരുന്നു. പക്ഷെ വേറെ എടുക്കണം, അതറിയത്തില്ലല്ലോ. കഥ പറയാനല്ലേ അറിയത്തുള്ളൂ, എടുക്കാൻ അറിയത്തില്ലല്ലോ. ഇത് മറ്റേ കടുവ വന്ന് നേരെ കമ്പേ കയറുന്ന കടുവ കമ്പേ കയറും. കടുവ ഈ നാട്ടിൽ എനിക്കിതുവരെ മനസ്സിലാകാത്ത ഈ ജീവികളിൽ ഈ കടുവ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകളല്ലേ. കടുവ പുല്ല് വിലയല്ലടാ നീയൊക്കെ എനിക്ക് തരുന്നത് ചോദിക്കുന്ന അവസ്ഥ. കടുവ മരിച്ചു കൊടുക്കുക. കടുവ മനസ്സിലായി ഈ പടത്തിൽ ഒരു 1 മിനിറ്റ് കൂടുതൽ ഞാൻ അഭിനയിച്ചാൽ എന്നെ ഇവന്മാർ കൂവും, ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് കടുവ കമ്പേ കയറി കടുവ മരിക്കുന്നു. അല്ല, ഇവർ എഴുതി വെച്ചാണ് കടുവയുടെ ഈ സാധനം ഊരിയെടുക്കുന്നൊക്കെ. അപ്പം VFXന്റെ ബഡ്ജറ്റ് കേട്ടപ്പം അങ്ങനെയാണെങ്കിൽ തുടക്കം തന്നെ കടുവ, ബാക്കി ശരത് കുമാർ പറഞ്ഞോളും. പിന്നെ അത് അവന്റെ ഇത് കാണിച്ചാൽ മതിയല്ലോ. അതെ, തമാശ എന്ന് വെച്ചാൽ ആ സാധനം വെച്ചവന് യുദ്ധം ചെയ്യാൻ വയ്യ. യുദ്ധമൊക്കെ ഫൈറ്റിങ് ഇങ്ങനെ മുട്ടിക്കും ഇങ്ങനെ. അല്ല, എനിക്ക് തോന്നി ഈ സ്ലോ മോഷൻ ക്യാമറ ഇവർ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ലോ ആക്കത്തില്ല, നിങ്ങൾ സ്ലോ ആയിട്ട് അഭിനയിക്കണം. അത് കറക്റ്റ്, നോട്ട് ദ പോയിന്റ്, കറക്റ്റ് ആയിരുന്നു.
അതായത് അല്ല ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റും മറ്റേ എവിടെയാണെന്നറിയോ മധുബാലയുടെ സീൽ വരുമ്പോൾ കുറച്ച് ലേഡീസ് അവരുടെ ആക്ച്വലി ഇതിങ്ങനെ മറ്റേ കങ്കുവ പോലെ ഒരു 5 ട്രൈബ്സ് പോലെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല മറ്റേ ബ്രഹ്മാനന്ദനൊക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ വരുമ്പോൾ അതായത് തമാശ എന്ന് വെച്ചാൽ അവര് ബ്രഹ്മാനന്ദം മറ്റവന് നടന്നു വരുമ്പോൾ ഇവരിന് അപ്പുറം ഇപ്പുറം ഇങ്ങനെ വെട്ടിക്കളിക്കും വിട്ടുന്നത്. അപ്പൊ നടുക്കൂടെ ആൾക്കാർ നടന്നു വരിക. നടന്നു വന്നു കഴിഞ്ഞാൽ ഈ സീൻ നടക്കുമ്പോൾ ഇവരുടെ ഡയലോഗ് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വാള് വെച്ചിട്ട് ഇങ്ങനെ കളിക്കും. അത് വേദനിക്കും. തിരുവാതിര കളിക്കുന്നത് അവര് വെട്ടുന്നത് മറ്റേ ആളെ അല്ല, മറ്റേ ആളുടെ വാളെ വാള് അതാണല്ലോ നമ്മൾ കാണിച്ചു ഇങ്ങനെ വാളിന്റെ മേളിൽ ഇങ്ങനെ അതും എങ്ങനെ വെട്ടുന്നത് ഇങ്ങനെ കൊണ്ടാമുറിയും അതെ ഡയറക്ടർ പറഞ്ഞു ഈ സീൻ തീർന്നത് നിങ്ങൾ വെട്ടിക്കൊണ്ടേ അല്ല അവിടെ അനങ്ങുന്നില്ല വെട്ടിക്കൊണ്ടിരിക്കുക അവിടെ. ഡയറക്ടർ കട്ട് പറയുമ്പോൾ ഇവരല്ലേ കേൾക്കുന്നുള്ളൂ. ഡയറക്ടർ ബേസിക്കലി സീരിയൽ എങ്ങോട്ട് എടുത്ത ആളല്ലേ അല്ലേ? പുള്ളി മറ്റേ സ്റ്റാർ പ്ലസിലെ മഹാഭാരതം എടുത്ത പുള്ളി. ഉണ്ടായിരിക്കുന്നു കറക്റ്റാ മഹാഭാരതം എഴുതി കാണിക്കുന്നില്ലേ, കണ്ണപ്പയുടെ മറ്റേ പേരൊക്കെ എഴുതി കാണിക്കുന്നു. അതുകൊണ്ടാണ് മറ്റേ ദുര്യോധനയുടെ അഭിനയിച്ച പുള്ളിയല്ലേ ടി വി സീരിയൽ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ബെസ്റ്റ് സാധനം. അല്ലല്ല ഇത് ശരിക്കും സീരിയലായിട്ടാണ് ഇറങ്ങുന്നെങ്കിൽ ഇത് ഓടേണ്ട ആ ഒരു ക്വാളിറ്റി ഉണ്ട് സീരിയലിന്റെ മഹാഭാരത സീരിയലിന്റെ ക്വാളിറ്റി. അതായത് സംഭവം എന്ന് വെച്ചാൽ ഡയലോഗാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മുടെ മൂഡ് കളയുന്ന ഡയലോഗ്സ്, മൂഡ് കളയുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ആണ്. പിന്നെ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി വാചാലിനാവേണ്ട ആവശ്യമില്ല. സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ലാലേട്ടനായിരുന്നു. ആ ലാലേട്ടന് 10 മിനിറ്റ് താഴെ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അക്ഷയ് കുമാറിന്റെ സെറ്റിംഗ് ശരിയായിട്ടാ പുള്ളി തകർത്തേനെ. പിന്നെ പ്രഭാസ് ആസ് യൂഷ്വൽ ഫോട്ടോ എടുത്തു. പ്രഭാസിനോട് ആക്ച്വലി വിഷ്ണു മഞ്ജു വിളിച്ച് പറഞ്ഞു, സാർ ഈ പടം വിജയിപ്പിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ അങ്ങനെ അവർ പറയുന്നത് പ്രഭാസിന്റെ സീനിൽ പ്രഭാസ് ഒറിജിനലാണ്, ബാക്കിയെല്ലാം ഫോട്ടോയാന്ന് തോന്നി. ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടില്ലേ ബ്ലർ എന്ന് പറഞ്ഞാൽ മറ്റേ എക്സ്ട്രീം ബ്ലർ അടിച്ചു വെച്ചിരിക്കുക. ഏതാ ബ്ലറിന്റെ പടം അവര് മടുത്തു. മറ്റേ ഇത് അവർക്കിത് വർക്ക് ചെയ്യുന്നവർക്ക് എഡിറ്റ് ചെയ്യുന്നവർക്ക് ഒന്നുമില്ല. ഇത് രണ്ടാമതൊന്നും കാണാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഈ സീനൊക്കെ എഡിറ്റ് ചെയ്യുമ്പം ഒറ്റ കട്ടേ ഉള്ളൂ. കാര്യം രണ്ടാമത് സീനൊന്നും റീ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എഡിറ്റർക്ക് പോലും ഇത് കാണാൻ വയ്യ. ആ അവസ്ഥയിൽ അവർ എന്തൊക്കെ കാട്ടി കൂട്ടിയിട്ട് നടത്തുന്ന തന്നെ 3 പേർക്ക് ഒരേപോലെ കാണിച്ചിട്ടുണ്ട്. മറ്റേ ഈ 3 സ്ഥലത്ത് വരുമല്ലോ പ്രവാസം ഒരേ സമയത്ത്. ഈ സെയിം ഷോട്ട് തന്നെ വീണ്ടും 3 പ്രവാസം വരെ കാണിച്ചു. ജംകട്ടെന്ന് വിചാരിച്ചു. പിന്നെ 3 സ്ഥലത്ത് ഒരേപോലെ വരുവാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ലൈമാക്സിനോട് അടുത്തപ്പോഴാണ് ഈ കണ്ണപ്പ എന്ന പേരിട്ടതും അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ വരത്തില്ലേ. ഇവർ കുറെ സമയം ഈ ലവ് സ്റ്റോറിയിൽ സ്പെൻഡ് ചെയ്തു. എന്തിനാ ആള് കാരണം എന്തിനാ അജിത് സാർ എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് എന്തിനാ? അത്രേ ഉള്ളൂ. അതായത് ഈ സിനിമ ഈ ഭക്തിയൊന്നും ആൾക്കാരെ കയറില്ല. ഭക്തരതിയാണെങ്കിൽ ആൾക്കാർ വരും. അതാണ് സംഭവം. അല്ല അത് ഓക്കെ. പക്ഷെ ഇവർ മറന്നുപോയത് എന്തുവാ, വില്ലന്റെ കാര്യം. ഗ്രാമമൊക്കെ ഒന്നിച്ച് അവിടെ ഇരിക്കുക. അപ്പൊ ഇവര് പോയി താമസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വില്ലൻ പയ്യെ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരു പടം മുക്കാലാകുമ്പോഴാണ് ഒരു പടം ഇങ്ങനെ. അപ്പൊ ഞാൻ ചേട്ടാ ഇവന്മാര് എവിടെ നിന്ന് വരുന്നു? അതിപ്പോ ചേട്ടാ വൈറ്റ് വോക്കേഴ്സ് ഗെയിം ഓഫ് ത്രോൺസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് വന്നിട്ട് പിന്നെ ലാസ്റ്റ് വരുന്നത് കമ്പൈലേഷൻ സീഡിക്കകത്ത് വൈറ്റ് വാക്കേഴ്സിന്റെ ഒരു സീനുണ്ട്. വൈറ്റ് വോക്കേഴ്സിനെ കുറിച്ച് പറയുന്നെങ്കിലും ഇതിവന്മാരെ കുറിച്ച് പിന്നെ ഗ്രാമം ഒന്നായിട്ടുണ്ട്. മറ്റേ വേറെ അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആയി എന്റെ പോലെ ഇട്ടിട്ടില്ല. എടാ വില്ലൻ വരേണ്ട സമയം പറഞ്ഞില്ല, ഡയറക്ടർ വിളിച്ചിട്ടില്ല. വില്ലൻ അവിടെ ഇരിക്കല്ലേ. ഇവര് ഉടക്കി പിരിയത്തില്ല. ആ സീൻ തന്നെ ആദ്യം മറ്റേ ഈശ്വരൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വേറൊരു ചർച്ച നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് പ്രീതി മുകുന്ദൻ വന്നിട്ട് ആ ചർച്ച നടക്കുക. പിന്നെ അവര് ഈ ചർച്ചയൊക്കെ മറന്നുപോയി. ദൈവമില്ല അത്. പിന്നെ പ്രീതി മുകുന്ദനെ അടിവെക്കുന്നു, പുറത്താക്കുന്നു. എനിക്കതിനകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ തോക്കണം എല്ലാവരുടെ മുമ്പിൽ. അതായത് ഇവൻ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അതന്നെ തോന്നിവാസം. ഈ പ്ലോട്ട് പോയിന്റ് ഉണ്ട്, പക്ഷെ അവിടേക്ക് എങ്ങനെ എത്തണം അറിയത്തില്ല. അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അതായത് ബാഹുലിലുണ്ടല്ലേ തമ്മിലെല്ലാം പറയുമ്പോൾ തന്തപ്പടി ഇടപെടുന്നില്ല. മോൻ ജയിക്കുന്ന സമയത്ത് തന്തപ്പടി ഇടപെടും. മോൻ ജയിക്കുന്ന സമയത്ത് അച്ഛൻ വന്ന് നിർത്തിയിട്ട് എനിക്കും ഇഷ്ടമാണ് പ്രീതി മുകുന്ദൻ. എനിക്കും ഇഷ്ടമാണ്. അതായിരിക്കും പ്ലോട്ട് ട്വിസ്റ്റ്. പിന്നൊരു സംഭവം ഉണ്ടല്ലോ, ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്യുന്ന സ്റ്റീവൻ ദേവസിയ. ശരിക്കും എനിക്ക് 2 പാട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഇതിനകത്താ. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഈ പാട്ട് കൊള്ളാലോ. പക്ഷെ നമ്മളിത് ഒരുപാട് ഇങ്ങനെ മലയാളം എനിക്കത് തെലുങ്കിൽ എങ്ങനെയാന്ന് കേൾക്കണം. കാരണം പാട്ടിനൊരു അല്ല ഏട്ടാ അതിന്റെ ലിറിക്സ് നല്ലായിരുന്നു. കാര്യം ലിറിക്സ് നല്ലായിരുന്നു. പാടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല മധുബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്. പാട്ട് കൊള്ളാലോ തോന്നിയെങ്കിലേ അതിന്റെ വിഷ്വൽസ് അല്ല, ആ പാട്ടിലേക്ക് എത്തുന്ന മൊമെന്റ് നമ്മളിങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു വെള്ളച്ചാട്ടം 2 പാട്ടിന്റെ സ്റ്റാർട്ടിങ് ഒരു വെള്ളച്ചാട്ടം കാണിക്കും. അപ്പോഴേ എവിടെ പാട്ടായി ചോദിക്കുമ്പോൾ ആ പാട്ടായി. ആ സെറ്റപ്പ് പ്രതിമൂതൻ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി അങ്ങോട്ട് അറിയുമ്പോഴത്തേക്കും ഒരു പാട്ട് വീഴും. ഇത് മറ്റേ അത് ഞാനിങ്ങനെ മറ്റേ ഇവർ രണ്ടിങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ അജിത്തെ ദേ നമ്മള് എന്തിനാണോ വന്നത്, അത് സ്ക്രീൻ വരാൻ പോകുന്നു, വെയിറ്റ് ചെയ്യൂ, കാണൂ. പണ്ടത്തെ പരിപാടിയില്ല. അതായത് നായകൻ പറയാണ് ഈ കൊളക്കടവിന്റെ ഇപ്പുറത്തെയുള്ള വഴി കൂടെ ഊടുവഴി കൂടെ എനിക്ക് വീട്ടിൽ പോകാലെന്ന് പറയുമ്പോൾ അവിടെ ആരും വിളിച്ചോണ്ടിരിക്കും. അങ്ങനെയാണ് നായകൻ ഇൻട്രോ.
ഇതൊക്കെ എത്ര പടത്തിൽ കണ്ടോ. അല്ല തമാശ നായകൻ ഇങ്ങനെ വെറുതെ നടന്നു പോകുമ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോഴാണ് പുള്ളി നടന്നു വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഈ നായിക പ്രാർത്ഥിക്കും, അങ്ങനെ നായിക പാട്ട് പാടാൻ പോകുന്നു, അങ്ങനെ എന്തെങ്കിലും നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതായത് ശിവദേവസി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടപ്പോഴത്തേക്കും അത് കേട്ട് പ്രീതിമുദ്രനെ കാണാൻ പോകുന്ന വിഷ്ണു പഞ്ചിനെയാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. അതെ, എന്നിട്ട് മറ്റേ എന്താ നായികയുടെ കൂട്ടുകാർ പറയും മോയലിനെ കിട്ടിയെന്ന്, നായകന്റെ കൂട്ടുകാരൻ പറയും മാനിനെ കിട്ടിയത്. അതെ അതെ. പക്ഷേ എനിക്ക് വിഷമമായി പോയി. എനിക്ക് ഇവരുടെ കൂട്ടത്തിൽ വേറൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, അതിനാണ് സ്ക്രീൻ സ്പേസ് ഇല്ലായിരുന്നു, അവരുടെ പേരും അറിയത്തില്ല. ഞാൻ ആക്ച്വലി പടം കഴിഞ്ഞിട്ട് ഈ പ്രീതിമുഖത്ത് സംസാരിച്ചില്ല ചേട്ടാ. ആദ്യം മറ്റേ വന്നിട്ട് എന്റെ അണ്ണം വന്ന എന്ത് ചെയ്യുന്ന അറിയത്തില്ലേ, അവൻ ആദ്യം പിടിക്കുന്ന ഒരു പെണ്ണില്ലേ അവള്. അപ്പൊ ഞാൻ ആക്ച്വലി പടം കഴിഞ്ഞ് ഇത് കേക്ക് ഞാൻ ഈ പടം കഴിഞ്ഞിട്ട് ക്രെഡിറ്റ്സ് വായിക്കാനിരിക്കുക. ഈ പെണ്ണിന്റെ പേരെന്താന്ന് കാണിക്കാം. തമാശ എന്താ അറിയോ, അവന്മാർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അത് കാരണം മറ്റേ മലയാളം ക്രെഡിറ്റ്സ് മൊത്തം എന്തുവാ വേറെ ഏതോ ഭാഷ അങ്ങനെ ഇരിക്കുന്നു, വായിക്കാൻ പറ്റത്തില്ല. പടത്തിനകത്ത് ഒരു പോയിന്റ് മാത്രം ഒരു ഭാഷ കാണിക്കുമല്ലോ, ഒരു ചിട്ടിലെഴുതി ഞാൻ നിന്നെ ഞാൻ കൊല്ലുവിടാന്നുള്ളത് മറ്റേ എന്തൊരു കളം അല്ലേ, പൂക്കളമൊക്കെ വരച്ച് വെച്ചിരിക്കുക, സംസാരിക്കുന്ന മലയാള ഭാഷ. അതെ അതെ അതെ, അങ്ങനെ പറയാൻ പറ്റില്ല, അത് പിന്നെ സിനിമയാണല്ലോ മോനെ, മെയ്ക്ക് ബിലീഫ് അല്ലേ. ടൈം കിട്ടിയില്ല ചെയ്യാൻ. ഇവരൊക്കെ ഈ വായുലിംഗം. പക്ഷെ ഈ വായുലിംഗത്തിന്റെ പ്രത്യേകത എന്താന്ന് മാത്രം പ്രത്യേകിച്ച് ആർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഇരിക്കും. അതായത് ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടിന്റെ നടുക്ക് വെച്ചിരിക്കുക, വലിയ ഗ്രൗണ്ട് നടുക്ക് ഒരു കല്ല് മാത്രമേ. അതാ പറയാ ന്യൂസിലൻഡ് ഇവർ തെരഞ്ഞെടുത്തു. ഇനി അവിടെ എല്ലാരും ചെന്ന് ഇറങ്ങുമ്പോഴാ അയ്യോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. തമാശ എന്ന് പറയാം, ഞാനിങ്ങനെ പടം കാണുന്നപ്പോൾ ഞാൻ ഇതിനോട് പറയണ ഇവർ മറ്റേ ബലിയോട് സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ന്യൂസിലൻഡിൽ വെക്കേഷന് പോയ ഒരു ഫാമിലി ഇങ്ങനെ അവരിങ്ങനെ വന്ന് വിശ്രമിക്കാൻ വേണ്ടി മറ്റേ തുണിയൊക്കെ വിരിച്ചിട്ട് അവിടെ ഇനി ഇരിക്കുമ്പോഴത്തേക്ക് അപ്പുറം മറ്റേ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഭയങ്കര അലർച്ച ഐശ്വര്യയുടെ എന്താ അത്, അതേതോ പുതിയ കൾട്ടാണ് തോന്നുന്നത്. ആ വൈബായിരിക്കും അവർക്ക് അല്ലേ. അതായത് നമ്മൾ കാടല്ലേ 10 ഡയറക്ടർ, ഇതെന്താണ് ഒരു കൾട്ടായിരിക്കുന്നത്, ആ വൈബ് അത്. യൂട്യൂബ് വരുമ്പോൾ കാണാൻ. അതായത് എനിക്ക് സിനിമാറ്റോഗ്രാഫി ഉൾപ്പെടെ എല്ലാത്തിനും ഒരു തളർന്ന, അതായത് നല്ല ലൊക്കേഷൻ കിട്ടി, പക്ഷെ നല്ല ക്യാമറ കൊണ്ടുപോകാൻ മറന്നുപോയി, അല്ലെങ്കിൽ നല്ല സിനിമാറ്റോഗ്രാഫി വിളിക്കാൻ മറന്നുപോയി. ഇടയ്ക്ക് ചേട്ടൻ ശ്രദ്ധിച്ചോ, ഈ കാട്ടിലുള്ള കുറേ സീക്വൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറ അല്ല, ഭയങ്കര എക്സ്ട്രാ ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത കുറേ സാധനമുണ്ട്. കാര്യം ഇവർ ഈ ബജറ്റ് കൺസ്ട്രെയിൻ ആയിട്ട് ഇവർ കുറേ സാധനങ്ങൾ ചെയ്തു. തോന്നി ഈ മറ്റേ ഡേ ടു നൈറ്റ് കൺവേർഷനില്ലേ, അതിന് വേണ്ടി ഇപ്പം ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്തു, പക്ഷെ ഇത് ആ ബ്രൈറ്റ് സ്പോട്ട്സ് ഉണ്ടാവായിരിക്കും ഒരു അണ്ടർ എക്സ്പോസ് ചെയ്തു. ഈ നായകനൊക്കെ അണ്ടർ സ്പേസിൽ കൂടെ വരുമ്പോഴത്തേക്കും അത് പിന്നെ ലിഫ്റ്റ് ചെയ്തു, അതായിരിക്കണം സംഭവിച്ചിരിക്കുക. അപ്പം നോയ്സ് ഉണ്ട്. മറ്റേതോ ഒരു പടത്തിൽ മൾട്ടിപ്പിൾ ക്യാമറകളും മറ്റേ എക്സ്റേ മറ്റേ കുറേ സാധനമൊക്കെ ഏത് പടം വരുന്നത് അവിടെ ഇംഗ്ലീഷ് അല്ലല്ല മലയാളം ഇംഗ്ലീഷ് പടം ഇതോടെ നമ്മുടെ ഗെറ്റ് ഔട്ടോ അതൊക്കെ എടുത്തയാളുടെ നോപ്പ് അതിനകത്ത് വൻ പരിപാടിയെ കാണിച്ചു. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പോസ്റ്റ് ഉച്ചയ്ക്ക് എടുക്കാമല്ലോ ആ സീന. അത് തന്നെ അവർ ആ പടം മൊത്തം മറ്റേ ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു, മറ്റേ അത് മറ്റേ അല്ലേ ഇൻഫ്രാറെഡ് ക്യാമറ ഷൂട്ട് ചെയ്ത്. നൈറ്റിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണോ നൈറ്റ് അത് റീക്രിയേറ്റ് ചെയ്യാനൊരു ശ്രമം, അതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കഥ പറയാൻ, പക്ഷേ ഒരു ഇന്റലിജൻസ് ആണ്. അല്ല, അത് ആ സിനിമയുടെ ഒരു മെജോറിറ്റി സീക്വൻസ് നടക്കുന്നത് നൈറ്റാണ്. അപ്പൊ അവർ അതിനോട് കുറച്ചുകൂടെ ഒന്ന് ഇതാവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ആ കഥ പറയുകയാണെങ്കിൽ അങ്ങനെ അല്ലാതെയും ചെയ്തിട്ട് ഫലിപ്പിക്കാം എന്നുള്ള സെറ്റപ്പാണ് ആ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഫിലിം മേക്കേഴ്സിന്റെ ഒരു ഇന്റലിജൻസ് ഉണ്ടല്ലോ, അങ്ങനെ തന്നെ എനിക്കത് വേണം എന്നുള്ള സംഭവം. അവർക്കൊരു പുതിയ പഠനവും ഒരു ശ്രമവും പുതിയ പഠനവും ഒക്കെ ഇത് വർക്കായില്ല ശ്രമിക്കുമ്പോൾ ഒരു രസം അതിനകത്തുണ്ടാവും. ബേസിക്കലി ഇവരെ സംബന്ധിച്ച വിഷൻ ഇല്ലാത്ത ഒരാളെ അതാണ് നമുക്ക് ഒരു വിഷനും ഇല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ വേണമെന്നുമില്ല. ഈ പറയുന്ന സബ്ജക്റ്റ് പോലെ ഈ ഭക്തി ഈ പരിപാടിയൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും ഒരു ചിലപ്പോൾ ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, അതുപോലും ഉള്ളതായിട്ട് തോന്നിയില്ല. ഇവരുടെ ആവശ്യം എനിക്ക് തോന്നി കാളഹസ്തി അവിടെ മറ്റേ ആ അമ്പലത്തിൽ ആള് കൂടണം. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് കുറെ പേര് ചെല്ലുമല്ലോ കണ്ണപ്പയുടെ ആരാധിക്കാൻ. അതാ പറഞ്ഞ ഭക്തി വേണ്ട, അവിടെ ആള് വന്നാൽ മതിയല്ലോ. കൈൻഡ് ഓഫ് അതിന്റെ ഒരു മാർക്കറ്റിംഗ് ഭാഗമായിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിന്റെ പേരിലല്ലേ ആ പടം ഇറക്കിയത്? അത് തന്നെ. അവിടെ ചെല്ലുമ്പോൾ പറയാം നമുക്ക് ഇവിടെ അല്ലേ കാളഹസ്തി, ഇവിടെ മറ്റേ അമ്പലത്തിൽ മറ്റേ കണ്ണപ്പയുടെ പ്രതിഷ്ഠ ഉണ്ടാകുന്നു, പോയി കണ്ടേക്കാം എന്ന് ചിലപ്പോൾ അവിടെ പോകുന്ന ഒരു 4 ടൂറിസ്റ്റ് വിചാരിച്ചാൽ ഈ പടം കൊണ്ട് സാധിച്ചാൽ അതായിരിക്കും അവരുടെ വിജയം.
എന്താണ് ഇവരുടെ മോട്ടീവ് എന്ന് നമുക്ക് മനസ്സിലായില്ല. ഇവർ ഏതായാലും ഞങ്ങളൊരു മിക ബ്രഹ്മാണ്ഡ സിനിമ അല്ലെ, നമുക്കൊരു ഒരു ഭയങ്കര ഹൈലി ക്രിയേറ്റീവ് ഒരു സിനിമ ചെയ്യാമെന്നുള്ള ഐഡിയയിലൊന്നും ചെയ്ത പടമല്ല. അത് കണ്ടാൽ ഒരു 25 ക്രൂ ഉണ്ടെങ്കിലും ബ്രഹ്മാണ്ഡം ഉണ്ടാക്കാം. അതെ, അതായത് ഇതൊരു ഭയങ്കര ആത്മാർത്ഥമായ സിനിമ ഫിലിം മേക്കിംഗ് ഒന്നും അല്ല. പടം കാണുമ്പോൾ ഇതിലൊരു ആത്മാർത്ഥത എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക. അതെ, അതായത് മറ്റേ ഇതുപോലെ, അതായത് സീഡിയിട്ട് കണ്ടപ്പം അച്ഛ എനിക്കും വേണോ അച്ഛ ബാഹുബലി എന്ന് പറഞ്ഞ ഷോട്ടൊക്കെ ഇല്ല, മറ്റേ ബാഹുബലി കിടക്കുന്നതും മറ്റേ കട്ടപ്പ പിടിച്ചോണ്ടിരിക്കുന്ന പോലെയൊക്കെയാണ് ആ സീക്വൻസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നതും. നായകൻ നായിക മീറ്റ് നടത്തുമ്പോൾ ഒരു പോയിന്റ് ചെയ്യുന്നു, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ്. അപ്പം മറ്റേ പാട്ടിട്ട് കൊടുത്തു പച്ചപ്പൂ ഞാനിട് അല്ലേ, ആ പാട്ടിട്ട് കൊടുത്താൽ തീരുമായിരുന്നു അവസാനം. അപ്പോഴത്തെ ഡയലോഗ് നെഞ്ചിൽ കുത്തുമട. അത് കേട്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ അറിയാം, അത് കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ പൈങ്കിളിയിലെ മറ്റേ സുഗു വേഴാമ്പൽ പുള്ളിയെ മറ്റേ ഡയലോഗ് എഴുതാൻ വിളിച്ച പോലായിരുന്നു. ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെയാണ് മറ്റേ നായകൻ തമ്മിലുള്ള ഡയലോഗ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ബ്രഹ്മാണ്ഡ സിനിമകൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ 5 ഗ്രാമങ്ങൾ പരസ്പരം കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത 5 ഗ്രാമങ്ങൾ ഒരു കോമൺ. ഈ 5 ഗ്രാമം ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും കഥ പറയണ്ടേ? ഇതിനകത്ത് കങ്കുവയ്ക്കത്ത് ഇതുപോലൊരു സാധനം ഇവർ ഒന്നാവണമായിരുന്നു, കഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഏതാ ഈ കഥയൊക്കെ മറ്റേ ഓഫ് സ്ക്രീനാ പറയുകയാണ്. അതായത് ഈ 5 ഗ്രാമങ്ങളുടെ കൾച്ചറിൽ എന്താണ്, എല്ലാവരും ഇങ്ങനെ ഓരോ കൊമ്പൊക്കെ വെച്ചോണ്ട് വരുന്നുണ്ട്, എല്ലാവരും കലിപ്പന്മാരുമാണ്. ഇവർ ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ ഈ തിന്നോ ഇല്ല തിന്നൻ നടുക്കുന്ന ഒരു സ്പീച്ച് നടത്തുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒന്നാവാണ്. അത്രയുള്ളൂ, പെട്ടെന്ന് എല്ലാം മറ്റേ പരമ്പരാഗതമായ എതിരാളികളാണ് ഇവർ. പക്ഷെ തിന്നം നടക്കുന്ന ഒരു സാധനം ആ തിന്നം പറയുന്ന കറക്റ്റ് കാര്യം അപ്പൊ പറയണ തിന്നം പറയുന്ന കേൾക്കുമ്പോ തന്നെ നമുക്ക് ചേട്ടാ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഡബിങ്ങിൽ ഇവരുടെ എല്ലാവരുടെ ശബ്ദം, പക്ഷേ ശബ്ദമൊക്കെ ഇതിന്റെ ഭാഷ്യം മാറിക്കൊണ്ടിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കും. മറ്റേ ഇടയ്ക്ക് മറ്റേ ഡേ എന്ന് പറഞ്ഞ് മറ്റേ ആ സാധനം തിരുവനന്തപുരം സ്ലാങ് ഒരു ഇടയ്ക്ക് തിരുവനന്തപുരം വന്ന് മറ്റേ ഇതായിരുന്നു ആ പടം നമ്മുടെ നിന്നെ ഞാൻ കൊള്ളുമടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോന്ന് വിചാരിച്ചാൽ ഇനി ഇവൻ തന്നെയാണോ ഡബ് ചെയ്തത്, ഇവന് അതിനുവേണ്ടി പരിശ്രമിച്ചോ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫ്ലുവൻ്റായിട്ട് മലയാളം പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ എന്തോ ഒരു കളിയൊക്കെ ഉണ്ട്, എ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇവരെ എനിക്ക് മനസ്സിലായത്, നിങ്ങൾ സിനിമ കണ്ടവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാവും, ഇവരെല്ലാവരുടെയും വോക്കൽ സൗണ്ടിന് ഇവരുടെ ഒറിജിനൽ വോയിസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ടോണിലേക്ക് ഇവർ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒന്നുകിൽ നല്ല രീതി ആ സൗണ്ടിന് സിമിലർ ആയിട്ടുള്ള ആൾക്കാർ ഡബ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇവർക്ക് പോസ്റ്റിൽ മലയാളികളായിരിക്കും. അതെ, അത് എ ഉപയോഗിച്ചിട്ട് ഇവരെന്തോ ഉപയോഗിച്ചിട്ടുണ്ടാവാം, അറിയില്ല. പക്ഷെ ഭയങ്കര സിമിലർ ആണ്. എനിക്ക് ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ശരത്കുമാറിന്റെ ഒക്കെ ആണെങ്കിൽ തുടക്കം അത് തന്നെ, അത് ഡയലോഗ് അത് ഡയലോഗ് എഴുതുന്നവർ മറ്റേ ഈ പറഞ്ഞ പോലെ എഴുതി വെക്കുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലത്തെ പരിപാടി തന്നെ ചെയ്യുന്നത്. നായിക പറയുന്നത് മറ്റേ പനന്നൊക്കെ കണ്ടിട്ട് എനിക്ക് ആ പഴം വേണം എന്നാണ്. അപ്പൊ പറയുന്നത് ഇത് പഴമല്ല പെട്ടേ, ഇത് പനന്തും കടന്ന്. അപ്പൊ അതിന് മുമ്പുള്ള സീനിലാണ് ഇവള് കത്തി വെച്ച് അടിച്ചിട്ടു. തൊട്ടടുത്ത സീൻ എന്തിനടിയെന്നാണ് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. 2 തോഴി പറ, അതായത് യുവറാണിയും 2 തോഴിമാരും കൂടെ തന്നെ അവൻ എന്നെ ജീവിതകാലം കണ്ണിനകത്ത് വെച്ച് സൂക്ഷിക്കുന്നു. എനിക്ക് അവൻ എന്നെ കണ്ണിൽ, നിങ്ങളൊരു ഗോസ്റ്റ് റൈറ്റർ ആണല്ലേ. അപ്പൊ തന്നെ അവൻ പറയുന്ന വരും, ഞാൻ ഇത്രയും വലിയ കാട്ടിൽ ഇവരെല്ലാം ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവർക്ക് പരസ്പരം അറിയത്തില്ല. അവിടെ നീ ഏതാ, നിന്നെ കണ്ടിട്ടില്ലല്ലോ, ഏതാ പെണ്ണെ നീ അല്ലേ, ഏതാ പെണ്ണെ എനിക്ക് വേണം പനങ്കുല, ഏതോ പെണ്ണെ. ആ സീൻ ഉണ്ടല്ലോ, അതായത് കറക്റ്റ് അമ്പ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്തുവാ, ബാഹുബലി സാധനം, യുറാണി വിരൽ 4 മടക്ക് എയ്യ് എന്ന് പറയുന്ന പോലെ. അതിനകത്ത് ബാഹുബലി വേറെ മോഡിൽ നിൽക്കുക. അതാ സംഭവം. അതായത് ഫിലിം മേക്കിംഗ് അറിയാവുന്നവരും ഇത് കണ്ടിട്ട് എടാ ഞാനും എടുക്കുള്ള ഒരു പടം എന്ന് പറഞ്ഞ് ചെല്ലുന്നവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ 2 സീനും കണ്ടാൽ മനസ്സിലാവും. ഇൻഫാക്ട് എടുക്കുവാണെങ്കിൽ ബാഹുബലിയുടെ ബാഹുബലി മാത്രമല്ല, ഇപ്പോൾ രാജമൗലിയുടെ കഥ എടുക്കുവാണെങ്കിൽ വളരെ കേട്ടുമടുത്ത ക്ലാസിക് സ്റ്റോറീസാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ മറ്റേ മോസസിൻ്റെ കഥയില്ലേ, ബാഹുബലി ബേസിക്കലി അതാണ്. അപ്പം യഥാർത്ഥ അവകാശി ഇങ്ങനെ പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, ത്രോൺ. അപ്പം ആ സാധനമൊക്കെ എത്രയോ ലയൺ കിങ് ഒരുപാട് സ്റ്റോറീസ് സെയിം കോൺസെപ്റ്റ് ആണ്. പക്ഷേ അതാണ് എങ്ങനെ നമുക്ക് ഓരോ സീൻ ടു സീൻ ഇൻട്രസ്റ്റിംഗ് ആക്കാം, സീൻ ടു സീൻ എങ്ങനെ ഷോട്ട് ബൈ ഷോട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ, അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ കഴിവ്. അതായത് ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഡയറക്ടർ ഈ രാജമൗലി ആണെങ്കിലും പ്രശാന്ത് നീലാണെങ്കിലും ഇവർക്ക് ഈ സീൻ ടു സീൻ
കേട്ടുമെടുത്ത കഥയാണെങ്കിലും സീൻ ടു സീൻ ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഈ ഡയലോഗ്സ് എങ്ങനെ റൈറ്റ് ചെയ്യാം, ഒരു സീനിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യാം, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമയ്ക്കകത്ത് പിന്നെ ഇവർ ആക്ച്വലി ക്ലീഷ ബ്രേക്ക് ചെയ്യണമെന്നല്ല ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർ ആ ക്ലീഷയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റൂ അത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കും. എനിക്ക് രാജമൗലിയുടെ കേസ് പറയുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഇപ്പോൾ RRR സിനിമയ്ക്കകത്ത് ഈ തുടക്കം ഓൺ പേപ്പർ, അതായത് നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നായകൻ 1000 പേരുടെ ഇടയ്ക്കോട്ട് ചാടി അവരെ ക്ലിയർ ചെയ്ത് ഒരാളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഒരു നായകൻ അടുത്ത നായകൻ കടുവയെ പിടിക്കും. ഇതൊക്കെ എഴുതി വെക്കുമ്പോഴേ എടാ കണ്ണപ്പഴ ഡയറക്ടർ ആയിരുന്നെങ്കിൽ നമ്മൾ കണ്ടു. പക്ഷെ അത് സ്ക്രീനിൽ വരുമ്പം എടാ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നും. അപ്പം അങ്ങനെ തോന്നണമെങ്കിൽ അതിൻ്റെ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയണം. ഒരുപാട് ഫാക്ടേഴ്സ് അത് നല്ല രസമായിട്ട് വന്നാലേ അത് പറ്റത്തുള്ളൂ. അത് ഫിലിം മേക്കിംഗ് അത് അറിയത്തില്ല. അതറിയത്തില്ല. അന്ന് ഞാൻ ആ ക്ലാസ്സിൽ പോയില്ല സാർ. സാംസൺ സാർ ആ സാധനമായിരുന്നു. പറ്റാഞ്ഞിട്ടല്ലേ പോരെ ഇടാ ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂടി കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ എന്നാണ് ഡയറക്ടർ പറയുന്നത്. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് കഞ്ഞി കുടിക്കാൻ ഒരു 150 രൂപ ഞങ്ങൾ കൊടുത്തു, അത്രേ ഉള്ളൂ. ഞാൻ 150 രൂപയ്ക്ക് പടം കണ്ടത്, ഇവർ ഭാഗ്യവന്മാർ 125 രൂപയ്ക്ക് പടം കണ്ടത്. ഞങ്ങൾക്ക് വാണിംഗ് തന്നതുകൊണ്ട് അത് തന്നെ മുൻകൂട്ടി 4K അറ്റ്മോസിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് 2K 7.1 മൊബൈൽ സ്ക്രീനിലും കാണാം. ഓക്കെയാണ്. പിന്നെ മറ്റേ മൊബൈലാണ് എളുപ്പം കൊമേഴ്ഷ്യൽ പടത്തിലെ ടോക്കൺ ഫീമെയിൽ വാരിയേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീംസ് വേണം. ഇതിനകത്ത് കങ്കുവയുടെ കീഴിലാണ് ഈ ഫീമെയിൽ വാരിയേഴ്സ്. അതെ അവസാനം കങ്കുവ മറ്റേ ഇവർക്ക് സ്വന്തമായിട്ട് ഗ്രാമമുണ്ട്. അപ്പൊ ആ ഗ്രാമത്തിൽ എല്ലാവരും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, അവർ തന്നെ ജനിക്കും. അങ്ങനെ അല്ല, ആണുങ്ങൾ പണിയെടുക്കുന്നു, പെണ്ണുങ്ങൾ യുദ്ധത്തിന്. ഇതൊക്കെ പക്ഷേ ഈ ടോക്കൺ അല്ലേ, അതായത് ഇങ്ങനൊരു സാധനം വേണമല്ലോ എന്ന് പറഞ്ഞ് ഒരു ടോക്കൺ ഗ്രാമം വെച്ചിട്ടുണ്ട്. അവസാന പ്രഭാസം എന്ന് പറയും, ആടുകൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ സ്ത്രീകളുടെ ജോലി. ക്യൂരിയസ് കേസ് ഓഫ് പ്രഭാസ്. അതായത് ശരിക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ഇപ്പോൾ ഏത്തിസ്റ്റുകൾ ഒരു വിശ്വാസിയോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും ഈ പടത്തിൻ്റെ ആദ്യത്തെ ഒരു പടത്തിൻ്റെ ഒരു മെജോറിറ്റിയും ഈ ചോദ്യങ്ങളാണ് മൊത്തത്തിൽ. ഈ ചോദ്യങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൽ അങ്ങനെ വലിയ വിശ്വാസം ഞാൻ ഈ ചോദ്യം കേട്ടപ്പോൾ ഇതൊക്കെ നമ്മളും മറ്റൊരു പലരും ചോദിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഇതിനെ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്, ഇതെങ്ങനെയായിരിക്കും ഇവർ ഈ പറയുന്ന ഈ ചോദ്യങ്ങൾ ഇവരെങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിരുന്നവരാണ്. അതെ, ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് ഇതായിരുന്നു. കഥ പോകുന്നത് ഇവർ ഈ പറയുന്ന കാര്യം, ഇവർ ഈ ടോപ്പിക്കിന് ഇവരെങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഉദ്ദേശം ബേസിക്കലി ഇവരെ ഒരു വലിയ വിശ്വാസത്തെ കൊണ്ട്. അതെങ്ങനെ ശിവൻ പറയാണ്, അതിനെ കൊണ്ട് ഞാൻ എന്റെ വിളിപ്പിക്കും. അതെങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ആക്ച്വലി ചേട്ടാ ശിവൻ ഇവനെ കൊണ്ട് ശിവന്റെ പേര് പറഞ്ഞാൽ മതി. അതിന് ശിവൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് ആളെ വിടുക. എന്തിനാ ശിവൻ അവനാണ് റോൾ ഓഫ് മാനിപ്പുലേറ്റർ. അതായത് ഒന്നല്ല, ഒരു ദൈവം, ആ ദൈവത്തിന് അവനെ കൊല്ലുവെന്ന് കണ്ണു മേടിച്ച് എന്തു ക്രൂരതയാണ്. ബേസിക്കലി ഒരാളെ അന്ധവിശ്വാസി എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ വിശ്വാസങ്ങളിൽ വളരെ അമിതമായി വിശ്വസിക്കുകയും അതിൽ നിന്ന് ഒരു കണ്ണുമിട തെറ്റാതെ അല്ലെങ്കിൽ ഇതാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് അന്ധമായി, അതായത് അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ മറ്റു ആൾക്കാർ പറയുന്നതിലേക്ക് ചെവി കൊടുക്കാതിരിക്കുന്ന കൈൻഡ് ഓഫ് ഒരാളാണ്. ഇവിടെ ആ ക്യാരക്ടറിനെ അവർ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്വന്തം കണ്ണുകൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. എന്തിനാണ്? ദൈവത്തിന് കാണാൻ. അതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇമോഷൻ്റെ എക്സ്ട്രീം, അതായത് ലവ് എന്ന ഇമോഷൻ്റെ എക്സ്ട്രീമാണ് ഭക്തി. അതായത് ഒരാളെ ഇപ്പം ഫോളിങ് ഇൻ ലവ് എന്നാണല്ലോ, അല്ലാതെ ലവിലേക്ക് ഇറങ്ങിപ്പോവുക എന്നല്ല. ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കൺട്രോൾ ഉണ്ടാവും, നമ്മൾ വീണ ഒരു കൺട്രോളില്ല എന്ന് പറയുന്ന പോലെയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം വേർഷൻ. അന്ധമായ പ്രണയം എന്ന് പറയുന്ന ഒരു അന്ധമായ ഭക്തി, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഭക്തി എന്ന് പറഞ്ഞാൽ ആ ഇമോഷൻ്റെ എക്സ്ട്രീമാണെന്ന് ഞാൻ പറയുന്നത്. അതായത് ഡിവോഷൻ എന്ന, അതായത് ഫുള്ളി ഞാൻ എന്നെ അങ്ങോട്ട് ലയിപ്പിക്കുക. പടത്തിൽ അങ്ങനെ അവർ പറയുന്നത് ലയിപ്പിക്കുക. നെമിലിയായിട്ട് ലയിക്കണ്ട, ശിവനുമായിട്ട് ലയിച്ചാൽ മതി. അവസാനം അവൻ ശിവനുമായിട്ട് ലയിക്കുമ്പോൾ നെമിലി ഒറ്റയ്ക്കാവും. അത് ഞങ്ങൾ പ്രതിമൂതൻ ഫാൻസ് അസ്വസ്ഥരാണ് അല്ലേ? അതെന്നാ പരിപാടിയാണ് കാണിച്ച്. അല്ല, അവിടെ മുകേഷ് ഋഷിയുണ്ട്, മറ്റൊരു പാട്ടില്ലേ ചേട്ടാ, നെമിലി എന്ന പേര് ഞാൻ വേറെ ഏതാ പടത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ? ആ പേര് നെമിലി ഞാൻ കേൾക്കുമ്പോൾ തൊട്ട് ഇത് വിളിക്കാൻ കുറച്ച് പാടാണല്ലോ. ഞാൻ പെട്ടെന്ന് ചേട്ടാ, ഇതിന് ഇംഗ്ലീഷ് പടത്തിലെ നായകയുടെ പേര് പോലുണ്ടല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു? അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവും കേട്ടോ. നെമിലിയുടെ ഗ്രാമത്തിൻ്റെ കഥ കറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യാറ്. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് നെമിലി
നെമിലിക്ക് അതെ 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 നമുക്ക് ഇതിനൊരു സ്പിൻ ഓഫ് വേണം, വേറെ ആരും വേണ്ട. ആക്ച്വലി അതിനകത്ത് ഫൈറ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ളത് നെമിലിക്ക് നെമിലിക്ക് മാത്രം. മാത്രമല്ല. ഈ വിഷ്ണു മഞ്ജുവിന് പോലും വയ്യ. അയ്യോ അയ്യോ അയ്യോ. ഈ പാമ്പ്, കിളി, മറ്റേ കുതിരയൊക്കെ വരുമ്പോൾ സൈഡിൽ CGI എന്ന് എഴുതി കാണിക്കും. എസ്പെഷ്യലി ശിവനെയും പാർവതിയും കാണിക്കും CGI എന്ന് എഴുതി വെക്കും. ഇല്ലെങ്കിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ ശിവനെ എന്ന് വിളിച്ചാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. അല്ല, ശിവന്റെ ബോഡി മാത്രമല്ല കഴുത്തിൽ ചുമന്ന കളറും ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പാമ്പിന്റെ മൊത്തം. അതെ, പാമ്പാണ് ആക്ച്വലി ഇവർ രണ്ടുപേരും കണക്ട് ചെയ്യാനുള്ള എലമെന്റ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ആ സംബന്ധം വെച്ചാൽ പാമ്പിനെ കഴുത്തിട്ടുണ്ട് വേറെ ആണ്ട് ശരിക്കും സ്റ്റുഡിയോ ഒന്ന് എടുത്ത സാധനം കണ്ട. അക്കിയുടെ എനിക്ക് വന്ന് കാജൽ അഗർവാൾ അക്കിയെ കണ്ടിട്ടില്ല. ഇല്ലെന്ന് തോന്നുന്നു. ചിലപ്പം സെപ്പറേറ്റ് പ്ലേറ്റ് ആയിരിക്കും. ഏതാ ഇവർ ചിലപ്പം പറയാൻ പറ്റത്തില്ല ചേട്ടാ. ഇവർക്ക് 2 ദിവസം സീനല്ലേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് ഇവർക്ക് വളരെ റിലാക്സ് ആയിട്ട് AC സ്റ്റുഡിയോയിൽ ഇരുന്ന് ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ 2 ദിവസം സ്റ്റുഡിയോ സമയങ്ങളിൽ. പ്രഭാസും ലാലേട്ടനും പടത്തിൽ പൈസ ഒന്നും വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷെ അക്കി ഭാഗ്യവാൻ. അക്കി ആക്ച്വലി എന്തോ 5 കോടി ഒന്നും വാങ്ങിച്ചെന്ന് പറഞ്ഞു. അതിന്റെ ശാപം ഞങ്ങൾക്ക് വേണ്ട. അത് അതെ, ഇതൊരു അനുഭവമാണ് ഈ സിനിമ. ഇത് കാണുന്ന ഒരു അനുഭവം, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അതെ അതെ, എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ നിങ്ങൾക്ക് നല്ലൊരു എനിക്ക് ഈ പടം 3 മണിക്കൂറും 3 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പടത്തിൽ ലാഗ് ഉണ്ടെന്ന് പറയില്ല. കാര്യം നിങ്ങൾ ഈ സിനിമ എൻ്റർടൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയിലെ എല്ലാ ഷോട്ടിലും എൻ്റർടൈൻമെൻറ്റ് ഒളിച്ചിടപ്പുണ്ട്. കണ്ടുപിടിക്കുക, എൻ്റർടൈൻ ചെയ്യുക. അത് യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും പടം തീർന്നല്ലോ. യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും പടം 1 മണിക്കൂർ മുമ്പ് തീർന്നത്. പിന്നെ ഇവന്മാര് പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിനിമ ഭക്തകുചേലയിൽ നിന്ന് ഭക്തരീതിയിലേക്കുള്ളൊരു ഭക്തകുചേലയിലേക്കല്ലേ എന്തോ എവിടോട്ട് പോയിട്ടും കാര്യമില്ല. അല്ല, ബേസിക്കലി ലാസ്റ്റ് അങ്ങ് വീഴുക. ഇത് പാട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടേ തുണിയൊക്കെ പോയിട്ട് പുള്ളി ഡാൻസ് ചെയ്തു. തുണിയൊക്കെ പോയി ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്തു. ഇത് നീ ആക്കാൻ വേണ്ടി എടുത്ത. അതെ 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 അതെ. എടാ ശിവനോടൊക്കെ വട്ടന്മാരാണ്. അതെ അതെ അങ്ങനെ. അതായത് ശിവനോടൊക്കെ ഒരു ഇച്ചിരി അല്ലേ. എന്നിട്ട് പിന്നെ കേരളത്തിൽ ഹിറ്റാ ബീഫ് ഫ്രൈ ഒക്കെ ശിവന് കൊടുക്കുന്നു. അതെ അതെ. നോർത്ത് ഇന്ത്യക്കാര് അല്ല, ഞാനെപ്പോഴും ആലോചിച്ചു എടാ ശരിക്കും ഇപ്പൊ ഇതിന്റെ പേരിൽ മറ്റേ ശിവസേനക്കാരൊക്കെ പ്രശ്നത്തിൽ വരുമല്ലോ. ശിവന്റെ മുമ്പിൽ ഇവര് മറ്റേ മാംസം ശിവന് നിവേദ്യമായി കൊടുക്കുകയാണ്. നിവേദ്യം തന്നെ പറയുന്നത് അല്ലേ. തുടക്കം കുറെ ചിരിക്കാനുണ്ട്. അതായത് മറ്റേ അതെ അതെ ഇവൻ മറ്റേ ദൈവത്തിന് നേരെ കല്ലെറിഞ്ഞിട്ടെ അത് വെറും കല്ലാന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അമ്മയുടെ അങ്ങനെ അത് വെറും കല്ല ഇങ്ങനെ വോയിസ് ഇങ്ങനെ അല്ല ഇവന് ഓടിപ്പോയിരിക്കുന്നത് മരിച്ചുപോയ അമ്മയുടെ കല്ലിന്റെ അവിടെ നട്ട് കരയാണ് ഈ കല്ലിനോട് സംസാരിക്കുകയാണ്. അമ്മക്കല്ലേ അത് വെറും കല്ലാണ്. അപ്പൊ അമ്മ ഡാറ പൊട്ടരാ നീ ഇത് കണ്ടില്ലടാ. അത് കണ്ണൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു. എല്ലായിടത്തും കണ്ണുണ്ട്. കണ്ണപ്പ ലാസ്റ്റ് കണ്ണപ്പനാവുന്നു. അതുവരെ തിണ്ണൻ പൊന്നനല്ല തിന്നൻ. ആന്ധ്ര പൊന്നൻ എന്തൊക്കെ പറയുന്ന പോലെ. ആന്ധ്ര തിന്നൻ അല്ലേ. ആന്ധ്ര തിന്നനും തിന്നനും നിമിലിയും. പടത്തിന്റെ അവസാനം മറ്റേ വലിയൊരു സ്പൈഡറൊക്കെ വരും. ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അവിടേക്ക് എത്തി വിചാരിക്കും ഇത് പെട്ടെന്ന് ഹാരി പോട്ടർ യൂണിവേഴ്സിലൊക്കെ പോയതുപോലെ. എന്താ സാർ എന്താ നിങ്ങൾ അതെ ഇവിടെ എന്താ സാർ ചെയ്യണം. ഒരു 8 കാലി വെക്ക് എന്ന് പറയുന്നല്ലേ. മറ്റേ VFX സ്റ്റുഡിയോ ചെന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു 8 കാലി ഒരു പാമ്പ് വരും, ഓരോ പ്ലേറ്റ് പോരട്ടെ. അങ്ങനെയല്ല, VFX സ്റ്റുഡിയോ ചെന്ന് പറയും ഇവിടെ ഫ്രീ അസറ്റ്സ് എന്തൊക്കെ കിട്ടും. ഒരു ആനയുണ്ട്, ഒരു 8 കാലിയുണ്ട്, 16 കാലുണ്ട്. 8 കാലി അവസാനം 8 കാലി കൈ കൂപ്പു ലാസ്റ്റ്. എന്റെ പൊന്നോ അതൊക്കെ. ഒരു പാമ്പുണ്ട് കേട്ടോ പറയില്ല, അനക്കോണ്ട മറ്റേ ഹണ്ട് ഫോർ ബ്ലഡ് ഓർക്കിഡിൽ നിന്നോ ഉപയോഗിച്ച് അത് തന്നെ. ആദ്യം വരുന്നത് അനക്കോണ്ട, പിന്നീട് അത് സൈസ് മാറിക്കൊണ്ടിരിക്കും, പിന്നെ അത് കിങ് കോബ്രയാവും. അങ്ങനെ മരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സൈസ്, താഴെ വരുമ്പോൾ ഒരു സൈസ്, അവനെ തിന്നു കഴിഞ്ഞ് ക്ഷീണിക്കുമെന്ന് തോന്നുന്നു. അതായത് ഇവര് ആക്ച്വലി ആൾക്കാർ ക്രൗഡ് റീപ്ലേസ്മെന്റ് അല്ല, ക്രൗഡിനെ ആഡ് ചെയ്യുന്നത് അതുപോലും ചെയ്തിട്ടില്ല. അല്ല, അത് ചെയ്തേക്കുന്നില്ല ചേട്ടാ. അതിനകത്ത് ചിലയിടത്ത് ഇവർ ഈ ഒറിജിനൽ ഇപ്പോൾ നമ്മൾ ഗ്രീൻ മാറ്റിൽ നമുക്ക് എക്സ്ട്രാസിനെ ഷൂട്ട് ചെയ്തിട്ട് വെറുതെ വെക്കും. കാരണം അവരുടെ വലിയ ആക്ടേഴ്സിനെ കാണിച്ചുള്ളത് ഇങ്ങനെ നിൽക്കത്തില്ല. അത് നമ്മുടെ CG പ്ലേറ്റ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യും. അതുകൂടാതെ 3D മോഡൽസ് ഉണ്ട് ഇടയ്ക്ക്. 3D മോഡൽസിന് വെക്കും. 3D മോഡൽസ് ഇങ്ങനെ പാവ പോലെ ഇങ്ങനെ നിൽക്കും അനങ്ങാതെ. ചിലപ്പോൾ ശരിക്കുള്ള ആക്ടേഴ്സ് ആയിരിക്കും, അവർക്ക് അത്ര അനങ്ങാതെ നിന്നാന്ന് പറഞ്ഞാണ്. ശരിക്കുള്ളവരാണെങ്കിൽ കൊടുക്കുന്ന പറയോ സ്റ്റാർട്ടിങ് 2 പിള്ളേർ ഡാൻസ് കൊടുത്ത മാത്രം എടുത്ത് അങ്ങനത്തെ ആളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് തന്നെ മനസ്സിലായി. ഓക്കെ, ഗംഭീർ ഫിലിം മേക്കിംഗ്. തിയേറ്റർ എക്സ്പീരിയൻസിനാണ് അന്ന് അല്ലേ. ആദ്യത്തെ 5 മിനിറ്റ് തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ അല്ല ഈ പടത്തിൽ ആ പടം കൊള്ളാവുന്ന 2 സാധനം ലാലേട്ടൻ പ്രഭാസമായിരുന്നു. ആക്ച്വലി അത് പറയേണ്ടി വരും. അതെ, കാരണം ലാലേട്ടന്റെ ആശ്വാസം കിട്ടിയ ലാലേട്ടന്റെ എൻട്രിക്ക് മറ്റേ തക ലെവലൊരു സാധനം BGM ഉണ്ടായിരുന്നു പടത്തിൽ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഭയങ്കര മാസ് പടത്തിന്റെ BGM പോലെയാണ്. ഒരു കേരളീയ ടച്ചും ഉണ്ട്. അതെ അതെ, അത് ഫൈറ്റ് ചെയ്യുന്നതിനകത്തുണ്ട്. മറ്റേ ചെണ്ടയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പം ലാലേട്ടൻ്റെ ഇൻട്രോ വരുന്നത് ദ്വാപര യുഗത്തിൽ കിരാതൻ അല്ലേ, കിരാതനും കിരീടിയും തമ്മിലൊരു അമ്പെയ്ത്ത് മത്സരം അല്ല. കിരാടി പറയുന്നത് എൻ്റെ ബാണത്തേക്കാൾ ആദ്യം നിന്റെ ബാണം എത്തുമോ എന്ന് നോക്കാം എന്ന് പറയും. അങ്ങനെ ആദ്യം അർജുനൻ ഒരു ബാണം വിടും. അപ്പോൾ നമ്മുടെ കിരാതൻ അടുത്ത് രണ്ടാമത്തെ ബാണം വിടുമ്പോൾ ഈ ബാണം അർജുൻ്റെ ബാണത്തിൻ്റെ കുണ്ടി കയറിയിട്ട് ഇങ്ങനെ തുളച്ച് രണ്ടായിട്ട് പോയി ഒരു പൊത്തിപ്പോയിരിക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങ് ആരാണ് അങ്ങുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ശിവന്റെ മറ്റൊരു രൂപം ശിവന്റെ ഒരു പ്രതിരൂപമായിട്ട് നമ്മുടെ ഏട്ടൻ മാറുകയാണ്. ഉടനെ ഏട്ടൻ ചാടി മറ്റേ മാറുമല്ലോ അവന് തോന്നുന്ന ഇങ്ങനെ അത് വിഷ്വലി നമ്മൾ മാറുകയാണല്ലോ. പുള്ളിയുടെ തലയിൽ മറ്റേ ഇതൊക്കെ ആയിട്ട് ശിവന്റെ ഒരു പ്രതിരൂപമായി മാറും. ശിവനാണ് എന്നാണ് ശിവന്റെ രൂപമാണല്ലോ മറ്റേ പാശുപതാസ്ത്രം കൊടുക്കാൻ. അതെ പാശുപതാസ്ത്രം കൊടുക്കുകയാണ് അർജുനന്. അപ്പോൾ അർജുനോട് പറയും നീ അടുത്ത ജന്മത്തിൽ തിണ്ണനായിട്ട് ജനിക്കും, അന്ന് നീ ആ ജന്മത്തിൽ നീ എപ്പോഴെങ്കിലും ഒരിക്കൽ ശിവ എന്ന്. ശരിക്കും ചേട്ടാ ഈ സാധനം ഒന്നും മോശമൊന്നല്ല, ഇത് നല്ല സാധനമാണ്. പക്ഷേ ഇതിനെ നമ്മൾ പോയി പ്രസന്റ് ചെയ്യുന്നതാണ് പ്രശ്നം. ഇത് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഡബ് മലയാളം ഡബ് കാണുവാണെങ്കിൽ അത് തമാശക്കുള്ളതാണ്. ഇതിന്റെ തെലുങ്ക് ചിലപ്പം ബെറ്റർ, അതിന്റെ റൈറ്റിംഗ് ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും, അറിയില്ല നമുക്ക്. എന്നാലും സംഭവം പിന്നൊരു സാധനം എനിക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ഭയങ്കര പരാജയമായിട്ട് തോന്നി. നമുക്ക് ഒരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ്സ്കേപ്പ് അല്ല. ഫസ്റ്റ് മറ്റേ പെൺപിള്ളേർ ലഡാക്കിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പാട്ടൊക്കെ, എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ വിചാരം ഈ ലാൻഡ്സ്കേപ്പ് മാറുന്നതും ടെറൈൻ മാറുന്നതും ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ടെറൈൻ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ ചേട്ടാ. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ സിനിമ കാണാൻ ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് മാറുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും മറ്റേ എയിം ചെയ്യുന്നത് ഈ മോഹൻ ബാബു ഒന്നും ഇപ്പോഴും മറ്റേ 80കളിൽ നിന്ന് വണ്ടി കിട്ടാത്ത ടീംസൊക്കെയാണ്. കാരണം അവർ വിചാരിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ മോനെ അത് ഇപ്പോൾ ഈ പ്രീതി മുകുന്ദൻ്റെ സീനുകളും ഈ പാട്ടുകളും വന്നില്ല ഈ പടത്തിൽ. കാരണം ഈ പടത്തിൻ്റെ വലിയ പോർഷനിൽ അത് പോകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കാണാൻ വരുന്ന ഓഡിയൻസിന് തിയേറ്ററിൽ നമുക്ക് ഇക്ലിപ്പെടുത്തുന്ന കുറച്ച് സാധനം കൊടുക്കണം. കാരണം അവർ കുറച്ച് കണ്ട് ആസ്വദിക്കട്ടെ, അങ്ങനെയുള്ള ആൾക്കാരും തിയേറ്ററിലേക്ക് എത്തട്ടെ. അതാണ് അവരുടെ ഒരു എയിം. കാരണം മറ്റേ പണ്ട് ശങ്കർ ഇപ്പോഴും ചിന്തിക്കുന്ന പരിപാടിയാണ്, എൻ്റെ പടത്തിൽ ഐറ്റം സോങ് വേണം. ആ ഐറ്റം സോങ് ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ മറ്റേ ദിവസേന കൂലിപ്പണിക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഈ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം എന്നുള്ള പഴയ കൺസെപ്റ്റാണ് ഇവരുടെ. ഫിൽം മേക്കിങ്ങിന്റെ പഴമ ആണ് പടത്തിലുള്ളത്. അല്ലെങ്കിൽ ഈ കണ്ണപ്പയുടെ കഥ എടുക്കുവാണെങ്കിൽ അല്ല അതൊരു സാധനമാണ്, അത് ഭക്തിയുടെ എക്സ്ട്രീമാണത്. അപ്പം അത് ഇന്നത്തെ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ ഓഡിയൻസിന് മുമ്പ് ഇങ്ങനെ കഥ പ്രസന്റ് ചെയ്യുമ്പോൾ അവരെ ഒന്ന് മെരുക്കി ആ ഒരു ഹെഡ് സ്പേസിലേക്ക് കൊണ്ടുവരണം. അതിന് ഈ പടത്തിന്റെ തുടക്കമുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് ഇതേ സ്റ്റോറി എഴുതണം, ഇതേ സ്റ്റോറി തന്നെ ഒരു 100 വർഷം കഴിഞ്ഞ് എഴുതുമ്പോൾ വേറെ രീതിയിൽ എഴുതണം. സെയിം സ്റ്റോറി. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കണ്ണുകൾ ചുഴുന്ന മറ്റേ ഒരു കല്ലിന്റെ അവിടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ണ് കല്ലിനകത്തോടെ കയറി ATM കൗണ്ടറിലേക്ക് കാഴിടുന്ന പോലത്തെ സെറ്റപ്പാ. അപ്പം ആ സീനൊക്കെ ബേസിക്കലി ഇതിന്റെ കൈയുടെ ആ ഐഡിയയിൽ നമുക്കത് ഭയങ്കര ഇമോഷണലി വർക്ക് ആവേണ്ട സീനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കഥയായിട്ട് കണ്ടാൽ അത് തന്നെ നമുക്ക് ഞാനിപ്പോൾ ഇത് എടാ ഈ സിനിമ കണ്ടിട്ട് ഞാൻ എന്നെ വിശ്വാസിയാക്കാൻ വേണ്ടി എന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടൈപ്പ് ഓഫ് അങ്ങനത്തെ സിനിമയൊന്നുമല്ല. പക്ഷേ നമുക്കിത് സിനിമയിലുള്ള അത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇത് സിനിമയായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ആ സിനിമയിൽ നമ്മളെ പിടിച്ചിരുത്താനും നമുക്ക് ആ സിനിമയുടെ ഇമോഷൻ കൺവേ ചെയ്യാനും ഇവർക്ക് സാധിക്കണം. ഇത് പണ്ടൊക്കെ ചെയ്യുന്ന പരിപാടി. അത് പണ്ട് മറ്റേ പൊന്നാപുരം കോട്ട എന്നൊക്കെ പറഞ്ഞ് മറ്റേ പഴയ നമ്മുടെ പടങ്ങളില്ലേ, അപ്പോൾ ആ സിനിമകളൊക്കെ കാണാൻ അന്നത്തെ ഓഡിയൻസ് തിയേറ്ററിൽ ചെല്ലുമ്പോൾ മോനെ ഭയങ്കര ബ്രഹ്മാണ്ഡ പടമാണ് അന്നത്തെ ആൾക്കാർക്ക്. സെയിം അവസ്ഥയാണ് ഇവരിന്നും ആ കാലഘട്ടം നിൽക്കുകയാണ്. ഇതുപോലത്തെ പടം എടുക്കുമ്പോഴത്തേക്കും ബാഹുബലിയൊക്കെ കണ്ട ഓഡിയൻസ് ഞാൻ വരുവാണ്. ഇവരുടെ വിചാരം ബാഹുബലി ഭയങ്കര എളുപ്പമുള്ള പടമാണ്. ബാഹുബലിയിലും ആക്ച്വലി അവന് വിശ്വാസമില്ല. ഇതുപോലൊരു കല്ല് ആ സാധനങ്ങളൊക്കെയാണ് ഇവരത്. ഈ സീക്വൻസിന് നല്ല നല്ല രസമുണ്ട്. ഈ സീക്വൻസ് പടമാക്കിയാലോ ചേട്ടാ. ഈ രാജമൗലിയും അവിടെ ആ നാട്ടുകാരനല്ലേ, ഈ കഥയൊക്കെ പുള്ളിക്ക് അറിയാലോ. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഒരുപാട് സാധനത്തിൽ നിന്ന് ഇൻസ്പയർ ആവാമല്ലോ. പുള്ളിക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്. ഇവിടെ ഇത് രണ്ടും ഇല്ല. അപ്പോൾ എന്താ പ്രശ്നം? ഞാൻ വിചാരിച്ചു തുടക്കം എന്തോ ഇവൻ വെള്ളം കോരി ഒഴിക്കുക, തുടക്കമല്ല ഇടയ്ക്ക് എന്തോ ഇവൻ ശിവഭക്തനായിട്ട് വെള്ളം, ഞാൻ വിചാരിച്ചു ഈ സാധനം എടുത്ത് വെള്ളത്തിൽ കൊണ്ട് പോകും. അല്ലല്ല, എന്നിട്ട് ഇവൻ വന്ന് വെള്ളം എങ്ങനെ തുപ്പ് ആ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു, ശ്രദ്ധിച്ചോ? അത് തുപ്പുന്നത് കട്ട് ചെയ്ത്. അതായത് ഇവനിങ്ങനെ ആ ഒരു പാട്ട് ഹരഹര മഹാ ആ ഒരു പാട്ടിനകത്ത് ഇവൻ ആക്ച്വലി ഇങ്ങനെ നദിയിൽ നിന്ന് വെള്ളം കയ്യിൽ കോരി ശിവന്റെ തലയിൽ ഒഴിക്കാൻ പോവാ, ശിവന്റെ ലിംഗത്തിന്റെ തലയിൽ ഒഴിക്കാൻ പോവാ. വായുലിംഗത്തിന്റെ വായുലിംഗത്തിന് ഇപ്പം മറ്റേ ശൃംഗാര ലിംഗോ അപ്പം വായുലിംഗത്തിൻ്റെ തലയിൽ ഉച്ചയിൽ ഈ വെള്ളം ധാര ഒഴിക്കാൻ പോവാ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവനിങ്ങനെ കൈ കൊണ്ട് പോയിട്ട് പറ്റുന്നില്ല. ഇവനായിട്ട് എന്തോ മറ്റേ ഇല കൊണ്ട് എന്തോ ഒരു ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അത് അടുത്ത സീൻ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് വെള്ളം ഇതിന് മേലോട്ട് വീഴുക. അപ്പം മനസ്സിലായി. എന്നിട്ട് പുള്ളി ഇങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിന്റെ വീഡിയോ സോങ് ഇറങ്ങാൻ അതിനകത്ത് തുപ്പുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓ അപ്പോൾ അതിനെന്തോ ആ ഒരു പോയിന്റിന് വെള്ളം വീണ് കഴിഞ്ഞിട്ട് എനിക്ക് തുപ്പുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ഞാനത് കണ്ടപ്പോൾ ആലോചിച്ചു ഇതെന്താ അവർ കാണിക്കുന്നത് മനസ്സിലായി. ഓക്കെ, ഇതിന്റെ പേരിൽ നമ്മൾ വെള്ളം തുപ്പുക എന്ന് പറയുന്നത് എന്തോ മറ്റേ തെറ്റാണല്ലോ അല്ലേ?
വിവാദമെങ്കിലും ഉണ്ടായി പടം 10 പേര് കാണുന്നതായിരിക്കും. ഇപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ അവന്റെ മീറ്റ് കൊണ്ട് വെച്ചെങ്കിൽ ആ മീറ്റ് അതിന്റെ പേരിൽ ആരും ഒന്നും സംശയിക്കാൻ പോയില്ല. കാരണം ആർക്കും പരിചയപ്പെട്ട കാര്യമില്ല. ഈ ശിവഭക്തരി തന്നെ ഒരു 2 വിഭാഗമുണ്ട്. മറ്റേ ഈ അഘോരികൾ. അഘോരി ആ ലൈൻ. അപ്പൊ ശിവൻ ഇതാണ് ശിവൻ എന്നുള്ളതും പിന്നെ കുറച്ച് ക്ലീൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ശരിക്കും ഞാൻ ആക്ച്വലി ഭയങ്കര രസമായിട്ട് ഇന്ന് തമിഴിലൊരു ടീമിന്റെ റിവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. മുരുകൻ ആരാ? മുരുകൻ എന്ന് പറഞ്ഞാൽ തമിഴരുടെ ദൈവമാണ് എന്നാണ് പറയുന്നത്. അതായത് തമിഴരുടെ അവർ പറയുന്നത് മുരുകൻ എന്ന് പറഞ്ഞാൽ തമിഴ് ദൈവമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മറ്റേ ചോദിക്കുന്നത് അപ്പടി ആ മുരുകനോട് അപ്പ എപ്പടി ഇവ്വളോ കളറാ இருப்போம் നമ്മളെ മാറി இருக்கணும் இல்லையா இது வடக்கு இருந்து வந்து அப்படி வெள்ளையாக இருக்கிற காஜல் மாதிரி ஒரு அம்மா இல்லை எப்படி முடியும் இல்லை നമ്മളെ മാറി എടുക്കണോ ഇല്ലയാ എന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂ. 2 പേര് ഇത് വരുന്ന ഭയങ്കര റോസ്റ്റ് ചെയ്യും അവർ. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ പറഞ്ഞത് ശിവനെ എപ്പോഴും അവതരിപ്പിക്കുന്നത് ശിവനെ പറ്റി പറയുമ്പോൾ ശിവൻ ഭയങ്കര കുറച്ച് ഡാർക്കായിട്ടും ഈ ബ്ലൂ ആയിട്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ശിവൻ്റെ ഈ പഴയ ചിത്രങ്ങളോ അല്ലെങ്കിൽ വരച്ചിരിക്കുന്ന എല്ലാം ബ്ലൂ ശിവനുണ്ട്. അത് ബ്ലൂ തൊണ്ടയ്ക്ക് മാത്രമല്ല, അല്ല ഫുൾ മറ്റേ ഇത് കണ്ടിട്ടില്ല, മറ്റേ പഴയ ചിത്രം വരച്ചിരിക്കുന്നതിനകത്ത് ഒരുപാട് ബ്ലൂ കളറിലും അങ്ങനെയൊക്കെ ഒരുപാട് റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. ആ റെപ്രസെന്റേഷനിൽ തന്നെ ഒരു പടം പിടിച്ചേക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഈ ഭ്രമയോഗമല്ലേ, ഭ്രമയോഗത്തിൽ ഇപ്പം യക്ഷിയൊക്കെ വേറൊരു രീതി പ്രസന്റ് ചെയ്യാൻ എന്നൊക്കെ തീരുമാനിച്ച പോലെ ഒന്നും അല്ല ഇതിപ്പോൾ. ആ ഒരു ഇവർ ആക്ച്വലി പഴയ ഓം നമ ശിവായ സീരിയലിൽ എങ്ങനെയാണോ ശിവനും പറഞ്ഞിരുന്നത്, ഈ ഓം നമ ശിവായ സീരിയലുണ്ടല്ലോ കിടില സാധനമാണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര കിടില സാധനം. അതൊക്കെ അത് ഞാൻ ഈ പറയുന്ന പോലെ അത് കുറെ കൂടി എന്താ പ്രാക്ടിക്കലി ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഞാനത് വ്യാജ സാധനമായിരിക്കാന്ന് വിചാരിച്ച് ചുമ്മാ കണ്ടു തുടങ്ങിയ. ഇപ്പോഴും ഞാനത് ഫുള്ള് കണ്ടില്ല. പക്ഷെ ഒരു ആദ്യത്തെ ഒരു ഇതിപ്പോൾ തെലുങ്ക് പടത്തിൽ ഈ നായകന്മാരെ ശിവനെ വെച്ച് റീപ്ലേസ് ചെയ്തെന്തോ ആ ഒരു ലൈനാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇൻട്രോയും ഒക്കെ ഭയങ്കര പരിപാടിയാണ്. പിന്നെ അതിനകത്ത് VFX ഇൻക്ലൂഡ്, മറ്റേ ശിവൻ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതിന്റെ VFX ഒക്കെ ഭയങ്കര, അറ്റ്ലീസ്റ്റ് വിഷ്വലി ഇത് VFX എന്ന് മനസ്സിലാവുമെങ്കിലും വിഷ്വലി ഭയങ്കര രസമാണ്. അതിന്റെ ലൈറ്റിംഗ് ആണ്. അതിന്റെ ടൈറ്റിൽ സോങ്ങിൽ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ തീ ഡാൻസ് കളിക്കുന്നത്, അത് ഭയങ്കര രസമുള്ള സാധനം കണ്ടുണ്ട്. ചേട്ടൻ പറയുന്നത് മറ്റേ സൊനാലിക പടോരിയുടെ പുതിയ സാധനമാണോ? അതല്ല, പഴയ സാധനമാണ്. അതും ഒന്നും വിഷയമല്ലേ? ഇത് പഴയ പണ്ട് ദൂരദർശൻ ഉണ്ടായിരുന്നു. ഓ അതൊക്കെ ഞാൻ ഈ പുതിയതിന്റെ ഇതേ ഇൻഡസ്ട്രിന്ന് വരുന്നുണ്ട്. അത് തെലുങ്കല്ല, ഹിന്ദിയായിരുന്നു. ഹിന്ദിയാ. പുള്ളി മറ്റേ രാമായണത്തിനകത്ത് ശിവനായിട്ട് പുള്ളി തന്നെ. മറ്റേ തിന്നന്റെ ഇൻട്രോ ഇല്ലേ, ഇൻട്രോയ്ക്കകത്ത് ഞാൻ ആ കിളിയെ വെടി വെക്കുമ്പോഴത്തേക്കും അതിന്റെ വെടി വെക്കുമല്ലോ അമ്പൈ ഏതോ എന്നമ്മോ അമ്പഴത്തേക്ക് കൊച്ചു താഴെ. അപ്പൊ ഞാൻ കൊച്ചു താഴെ വീഴുന്നുണ്ടല്ലോ. പിന്നെ അത് എവിടെ നടക്കുന്നത്? അല്ല ആ സീൻ ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓടി വരുമ്പോ കുതിര വരും, ചാടി കുതിര പുറത്ത് കേട്ട് വീണ്ടും കുതിരയുടെ പുറത്ത് കയറി 2 റൗണ്ട് കുതിര 2 ചുവട് വെച്ച് പിന്നെ എന്തിനാണ് നല്ല ആക്ടിങ് ആയിരുന്നു. അതെ അതെ. പിന്നെ അതിൽ നിന്നും ചാടി ഇവൻ ഏറിപ്പോയി ഏറിന്ന് അമ്പ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കൊച്ചില്ലടാ, കൊച്ചു താഴെ വീഴുള്ളൂ, കൊച്ചു താഴെ തട്ടിപ്പോണ, കൊച്ചു താഴെ കൊച്ചിനെ പിടിക്കും, എല്ലാം സംഭവിക്കും. എന്നിട്ടൊരു ഉണങ്ങിയ വാഴയിൽ തട്ടി നിൽക്കും. അയ്യോ, ഇങ്ങനത്തെ സീനൊക്കെ ഇവരിത് എഡിറ്റ് ചെയ്ത് കാണുമ്പം നല്ല ഇറക്കപ്പാ. ഇങ്ങനെ ആയിരിക്കും ഇവരുടെ. എനിക്ക് ശരിക്കും ഇവരുടെ, നമുക്ക് മറ്റേ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിലേ ടൈം ട്രാവൽ ചെയ്തിട്ട് നമ്മൾ നേരെ ബാക്ക് ചെയ്യുന്ന ഇവരുടെ സ്റ്റുഡിയോ ചെല്ലണം. ഈ എഡിറ്റ് ചെയ്യുന്ന ഫയൽ ഇവരെ കണ്ടിട്ട് ഇവരെന്താ ഇവരുടെ എക്സ്പ്രഷൻ എന്നറിയണം. ചിലപ്പോൾ ഈ ചുറ്റും യെസ് ബോസുകളായിരിക്കും. ഈ പുള്ളി മറ്റേ പുള്ളിയുടെ പേര് മോഹൻ ബാബു. പുള്ളി അയ്യോ, പുള്ളിയുടെ ഒരു പടമുണ്ട്, പുള്ളിയുടെ ഒരു VFX മയം പടമുണ്ട്. അതായത് ആ പടത്തിൻ്റെ പ്രത്യേക, ആ പടത്തിൽ പുള്ളി മാത്രമേ ഉള്ളൂ ഫ്രെയിമിൽ. ഒരുപാട് പേരുണ്ട് ഫ്രെയിമിൽ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ബ്ലറല്ലാത്തൊരു മുഖം പുള്ളിയുടെ മാത്രമാണ്. വേറെ ആൾക്കാർ സ്ക്രീനിൽ നിന്ന് മുഖമൊക്കെ ബ്ലറാണ്. ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ അവൻ്റെ വെപ്പണായിരുന്നു. അത് നമ്മൾ കങ്കുവയ്ക്കകത്തും പറഞ്ഞു. പക്ഷെ അത് ഞാൻ ഏതോ പടത്തിൽ കണ്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഊരിയെടുക്കുന്നത്. അത് കങ്കുവയ്ക്കകത്തുണ്ടായിരുന്നു. അത് ഇത് അല്ല, കങ്കുവയ്ക്കകത്ത് വേറൊരു വെപ്പൺ കൊള്ളായിരുന്നു. വെപ്പൺ കൊള്ളാം, പക്ഷെ ഇത് എപ്പോൾ ഇവൻ ഊരിയാലും ഇങ്ങനെ പോസ് ചെയ്തിട്ടേ ഫൈറ്റ് ചെയ്യത്തുള്ളൂ. മുമ്പിൽ നിൽക്കുന്നവനെ ഇങ്ങനെ എന്തെങ്കിലും പിടിച്ചോ. ഈ സാധനം ഒട്ടുമിക്ക നിഞ്ച ആയിട്ട് വരുന്ന ഈ പറയുന്ന നിഞ്ച പടങ്ങളുണ്ടല്ലോ, ചൈനീസ് ഒക്കെ, ആ പടത്തിനകത്ത് എല്ലാം ഈ കാണിക്കുന്ന വെപ്പണി സാധനം. അത് ഇത് ചൂണ്ടാന്നല്ല, അത് നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരിക്കും. അല്ലടാ, ഞാൻ എല്ല് തന്നെ എല്ലുകൊണ്ടുണ്ടാക്കിയതാണ് പറഞ്ഞത്. എല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. അടാ സീന് മറ്റേ ഇടയ്ക്ക് ഷോട്ട് ആകുമ്പോൾ PVC പൈപ്പ് പോലെ വന്നത്. അതിന്റെ പൈപ്പ് മറ്റേ തിരിക്കുന്ന സമയത്ത് കടുവയും പുലിയൊക്കെ വിചാരിക്കും മറ്റേ പന്നം വരുന്നുണ്ട്, ഇനി എന്റെ വാരിയലുകളുടെ പോകുന്നുള്ളൂ അവന്റെ വെപ്പൺ അല്ലേ വരുന്നുണ്ട്. കണ്ണപ്പയല്ല അവന്റെ. പക്ഷെ അതുകൊണ്ട് ആൾക്കാരെ ഇങ്ങനെ തൂവല് പോലെ തള്ളോട്ട് കാണാൻ. അത് തന്നെ. അതെ അതെ, വാള് വെച്ചിട്ട് വെട്ടല്ലേ ചെയ്യുന്നത്. വാള് വെച്ചില്ലല്ലോ, ഇനി അത് വാളിക്കൽ ഇങ്ങനെ വെച്ചിട്ട് ചരിച്ചു പിടിച്ചിട്ട് തള്ളി. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പ്രഭാസ് ലാലേട്ടനൊക്കെ വരുന്ന സീൻ്റെ അകത്ത് അവരുടെ അടുത്ത് പറഞ്ഞാണ് നിങ്ങൾക്ക് ഇതൊക്കെ വളരെ സിമ്പിളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തട്ടിവിട്ടാൽ മതി. പ്രഭാസോടുള്ള ഫൈറ്റ് സീനില്ലേ, പ്രഭാസ് ഇങ്ങനെ തഴുകുക, ഇങ്ങനെ തഴുകി ലാലേട്ടനകത്ത് ഇങ്ങനെ ഈ
ഇവരൊക്കെ ഇങ്ങനെ അഭിനയിച്ചത് അത് ബേസിക്കലി ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര പവർഫുൾ ആണ്. ഇവർ എന്ത് ചെയ്താലും ഇവരെ ഇങ്ങനെ തഴുകിയാൽ മതി. പക്ഷേ നമുക്ക് ഫീൽ ചെയ്യണം ഇവർ കാണിക്കുന്ന ചേട്ടൻ പറഞ്ഞ പോലെ അന്നും ഇവർ ഈ പറഞ്ഞ പോലെ അന്നത്തെ ദിവസവും ഷൂട്ടിന് സ്ലോ മോഷൻ ഉള്ള ക്യാമറ എടുക്കാൻ പറ്റിയില്ല. അല്ല പിന്നെ ഷോട്ടാണേലും ഇങ്ങനെ ഇങ്ങോട്ട് അയാളുടെ ഷോട്ട് ഇങ്ങനെ കവറേജ് പോലെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പം നാളെ ഒരു ഡയലോഗ് അടിക്കുക, ഈ പടത്തിനെ പറ്റി ഇത്ര നെഗറ്റീവ് റിവ്യൂസ് ഒരു സാധനം അടിക്കും, ചേട്ടൻ കൊണ്ടുപോയ ഹാർഡ് ഡിസ്ക് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പം ഫോർമാറ്റ് ചെയ്താന്ന് പറയും. പക്ഷേ ഈ പടത്തിലെ ഏറ്റവും നല്ല ഷോട്ടുകളൊക്കെ ആ ഫോർമാറ്റ് ചെയ്യപ്പെട്ട ഹാർഡ് ഡിസ്കിലായിരുന്നു. അതൊരു ഫോൾഡർ ഉണ്ട്. ആ പക്ഷേ ഉണ്ടല്ലോ ഈ പടത്തിന് കുറച്ച് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. അത് കൂടുതൽ മറ്റേ ആന്ധ്രനായാലും തമിഴ്നാട്ടിൽ നിന്നായാലും ഇപ്പം കേരളത്തിൽ വരുന്നുണ്ട്. എടാ അവർക്ക് അവർ എയിം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ അവർക്ക് ഈ പടം ഇപ്പം ഞാൻ പറഞ്ഞു, ഈ സിനിമ നമ്മുടെ വീട്ടിൽ അമ്മ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ അമ്മ ഇത് മൊബൈലിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഓം നമഃശിവായ എന്നൊരു 50 വട്ടം ചൊല്ലിയിട്ട് അന്ന് കിടന്നുറങ്ങും സമാധാനമായിട്ട്. ഇല്ലേ? അത്രേ ഉള്ളൂ. നായികയുടെ അമ്മയുടെ പേര് പന്നകറാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്വാമിയെ പരട്ടസ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും പന്നകറാടി ആ കായങ്ങ് വിട്ടുപോയി തീർന്നില്ലേ? അതെ, പന്നറാണി എന്ന് വിളിക്കുന്ന പോലെ പരട്ടസ്വാമി പന്നകറാണി ഇവിടെ തെറി പറഞ്ഞ്. അത് തന്നെ. പിന്നെ അവരുടെ പേരാണല്ലേ യു റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് ഒരു റാണിയോടെ ഒക്കെ അല്ലേ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആക്ച്വലി പടത്തിനകത്ത് ഒരാളുടെ സീനുകളോ അല്ലെങ്കിൽ അവരുടെ അഭിനയത്തെ പറ്റിയോ അവരുടെ പ്രസൻസിനെ പറ്റി നമുക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ 100% ഹാപ്പിയാണ്. പക്ഷേ ഈ നായകൻ ഞാൻ പ്രതീക്ഷിച്ചത്ര വെറുപ്പിച്ചില്ല. ആ ലാസ്റ്റ് ഭക്തനാവുന്നവരെ അവനെ കൊണ്ട് പറ്റത്തില്ല, നമുക്കറിയാം. കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. അഭിനയിക്കാൻ നോക്കിയാണ്, അത്രേ ഉള്ളൂ. കഴിവില്ലാത്ത പറയാതെ എന്ത് ചേട്ടാ, തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ഒരു തൂണാണ് ഇവന്റെ അച്ഛൻ. നാളെ നമ്മൾ പുള്ളിയൊക്കെ മീറ്റിട്ട് വന്നാലും ആരും ചോദിക്കും. നമ്മൾ തെലുങ്കിൽ സിനിമ ചെയ്യാൻ പോകുമ്പോൾ വിഷ്ണു മഞ്ജു കഥയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഇവരെ വെച്ച് പടം വിശാൽക്കാരും നിങ്ങളെ വെട്ടി ചമ്പേസാരും കേട്ടോ, ഡെയിലി ചാ ഡേഞ്ചറസ്. പിന്നെ ശരത് കുമാർ മരിക്കുന്ന സീൻ, അത് ശരത് കുമാർ അവിടെ മറ്റേ പാലത്തിൻ്റെ നടുക്കിൽ നിന്ന് മുട്ടനടി നടക്കുമല്ലോ. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോട്ടിലേക്ക് കട്ട് ചെയ്യും. ഓരോ സോൾജർ വീഴുമ്പോഴും ആ ഒരു ഷോട്ടുണ്ട്, ഇങ്ങനെ VFX ഷോട്ട് ഇങ്ങനെ. ആ സോൾജർ അതെന്തിനാന്ന് മനസ്സിലായില്ല. അത് വലിപ്പിക്കാനാണോ? അതെന്തായാലും ആ ഷോട്ട് കൊള്ളത്തില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ പ്രേതമായിട്ട് ഇങ്ങനെ ഇവൻ്റെ അടുത്ത് വരും. ഈ ഷോട്ട് കൊള്ളത്തില്ലെന്ന് നിങ്ങൾക്കല്ല തോന്നുന്നത്, ആ ഷോട്ട് നല്ലതാണെന്ന് ഡയറക്ടർക്ക് തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അവരത് എടുത്തു വെക്കുന്നത്. പുള്ളി കണ്ണാടി വെക്കാതെ ഞാൻ തോന്നുന്നു എഡിറ്റിംഗ് ഇരുന്നത്. അല്ല, എഡിറ്റിംഗ് ഇരുന്നത് കണ്ണാടി വെക്കാതെ ഇരുന്നത് ഡയറക്ടറല്ല, എഡിറ്ററാ. എഡിറ്ററെ കണ്ട് ചുഴത്ത് കൊടുത്തിട്ടായിരിക്കുന്നത്. എഡിറ്റർ കണ്ടോ ഡയറക്ടർക്ക് കൊടുത്ത് ഇത് കൈവച്ചോ ഞാൻ എഡിറ്റ് കഴിയുമ്പോൾ തെരിച്ചാന്ന് പറഞ്ഞു. ഞാൻ സോറി, ഇതിന്റെ എഡിറ്ററെയൊക്കെ ഞങ്ങൾ മോശം പറയാനല്ല കേട്ടോ, കാരണം അവരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ഒരു എഡിറ്ററിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് പുള്ളിയുടെ കൈ കൊണ്ട് കൊടുത്താൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പുള്ളി എന്നിട്ട് ആ വാർ സീനിൽ നിന്ന് കുറെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബേസിക്കലി പുള്ളിക്ക് ഈ പടം ഒറ്റ ഷിഫ്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തുണ്ടല്ലോ, കണ്ടപ്പാ ഗോൺ. ഇനി പുള്ളിയാണ് ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയത്. അതെ, പുള്ളി മനഃപൂർവ്വം ഹാർഡ് ഡിസ്ക് എടുത്ത് മാറ്റിയിരിക്കും. ഈ പുല്ലൊന്നും ഇറങ്ങാൻ പാടില്ല ഒരിക്കലും. എന്റെ ഇപ്പോൾ ഇത് കാണാൻ പുള്ളിക്കാർ ഇവന്മാരെ കൊണ്ട് തൂറ്റ ആൾക്കാർ എന്നെ മറന്നു. അല്ലല്ല, ഇതിന്റെ എഡിറ്ററേ സമാധാനം, ആരും എന്നെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പുള്ളി. ഏതായാലും പടം കുളമായി, അങ്ങനെ എല്ലാവരും ആ വഴിക്ക് പോകുമല്ലോ, എന്നെ ആരും ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞാൽ പുള്ളി സമാധാനത്തോടെ ഇരിക്കുകയായിരിക്കും. സ്റ്റീഫൻ ദേവസി പറയും 2 പാട്ടുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതെ, എനിക്ക് സ്റ്റീഫൻ ദേവസിയുടെ ബേസിക്കലി മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം, പടത്തിന് ചേരത്തില്ല അല്ലേ. ഈ സിനിമയിൽ ഈ പടത്തിന് ചേരാത്ത പോലത്തെ മ്യൂസിക് കുറച്ചുണ്ടായിരുന്ന പടത്തിൽ. ആ മ്യൂസിക് ഇൻഡിവിജ്വലി കേൾക്കാൻ രസമുണ്ട്, ബട്ട് പടത്തിലത് പടം ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ ആ വാർ സീക്വൻസ് ഒക്കെ നടക്കത്തില്ല. അപ്പം അതാ മറ്റേ ഷൂട്ടിങ്ങിൻ്റെയും പ്രശ്നമാണ്. അത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഇവൻ മറ്റേ അവനൊരു നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള പറയുമ്പോഴത്തേക്കും മറ്റേ RRR പോലെ മറ്റേ സായിപ്പിൻ്റെ ഇതിനകത്തൂടെ വരത്തില്ല എന്ന് പറയുന്നത്. ഇവൻ്റെ നെറ്റിക്ക് സാധനം വീഴുന്നു, ആ മലയിലോട്ട് വരാൻ പറയുന്നു. അതെ, അപ്പൊ തന്നെ മാണം വിടാൻ പറ്റുന്ന ഒരേ ഒരുത്തനേ ഉള്ളൂ, കണ്ടപ്പ ആ പൊണ്ണൻ അല്ലേ. പിന്നെ ഇത്രയും ദൂരത്ത് നിന്ന് വാണമിടാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് തിന്നനാണ്. അവരോട് മുട്ടിരിക്കാനോ അവന്റെ വാണത്തിനോട് നിന്ന് ജയിക്കാനോ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു പോക്കണ്ടറിയാം. ബാണം, സോറി ബാണം, അല്ല പിന്നെ എന്ത് പറയാനതാ.
അല്ല അപ്പൊ തന്നെ നീ മലയിലേക്ക് വന്ന് നിന്നെ ഞാൻ കാണിച്ചിടാന്ന് പറയുന്നു. ഇവന്മാരെല്ലാം എല്ലാം കൂടെ താഴെ എല്ലാവരുടെ താഴെ എല്ലാവരും ഒരുമിച്ച് ബാണം വിടുമ്പോ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു വൈഡ് ഷോട്ട് ഇട്ടേ ഇങ്ങനെ ഒരു ബാണം പോയിട്ട് അതാണ് ഭാഷ മൊത്തം കൂടെ പോയിട്ട് താഴെ വന്ന് വീഴുന്നത്. അവൻ മേളിൽ ഒരിക്കലും നിൽക്കുക. അപ്പോഴാണ് അവരെ കൂടെ താഴെ ഡയലോഗ് അടിക്കുന്നത് അല്ലേ. ഞാൻ വിചാരിച്ചു ഈ നിൽക്കുന്നവന്റെ പുറകിൽ നിന്ന് അവന്റെ കൂട്ടുകാർ ഇത് എങ്ങോട്ടേക്ക് പോകുന്നത് മനസ്സിലാകുന്നു. അല്ല തമാശ അറിയാം. ഞാനപ്പോൾ ചിന്തിച്ചത് ദ്വന്ദ്വ യുദ്ധമായിരിക്കും. അതായത് ഇവൻ ഒറ്റയ്ക്ക് പോകും, നിങ്ങൾ ആരും വേണ്ട, അവൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു യുദ്ധം. ഇവന്റെ പ്ലാൻ എന്തോ അല്ല ഞാൻ ഇവന് ഒരു ഇതെടുത്തിട്ട് വിളിക്കത്തില്ലേ, ഞാൻ ഓർത്തിന് 10 പോകായിരിക്കും. എടാ ഈ തിരുമണ്ണനെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവൻ അവിടെ നിന്ന് തൊട്ടടുത്തേക്ക് അമ്പ ചെയ്തില്ലേ, 2 അമ്പോടെ വിട്ടാൽ മറ്റവൻ ചാവുമല്ലോ. ഇതെപ്പോഴും സംഭവിക്കുന്നത് അവനെ അമ്പഴേ മാത്രമാണ് മുന്നേയില്ല. ശിവനായിട്ട് ശൂലെറിയുമ്പോഴും ഇപ്പുറത്തേക്കുന്നവനാ. ഇപ്പൊ ടെക്നിക്ക് പിടിയിട്ട് ഇവന്റെ വലത്തെ സൈഡ് അങ്ങനല്ല മറ്റേ ശൂലെ കൊണ്ട് വീഴുന്നവരെ നോക്കിയറിയടാ പട്ടി എന്ന് പറയാ അതേ അവസ്ഥയല്ലേ. ഇപ്പൊ മനസ്സിലായി സാറേ അവന് മുന്നില്ല. അങ്ങനല്ല, ലെഫ്റ്റ് സൈഡിൽ നിൽക്കാൻ പറയുമ്പോ ഞാനില്ല എന്താ അവിടെ അമ്മ വിടുമ്പോ അത് കറക്റ്റ് എന്റെ നെഞ്ചത്ത് തന്നെ കയറുന്നത്. ഈ ചരിത്ര സിനിമകളിലൊക്കെ പഴയ സീരിയലൊക്കെ വരുന്ന പോലെ നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയത്തില്ല. അറിയാത്ത ഭാഷയിലൊക്കെ അറിയാത്ത ഭാഷ പഴയ കാലത്ത് അതല്ലേ വിഭജികയിൽ നിന്നും പറിച്ചെടുത്ത സാധനം അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞു. നമ്മൾ ഇതൊക്കെ അത് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയെന്ന് അറിയാം, വിപ്രണാശത്തില് അതുപോലത്തെ വിഷ്ണു എന്ന് പറയുന്നത് ശിവനും പറയുന്നത് ശിവ അതെന്തിനാണെന്ന് ചോദിക്കാം. നമ്മൾ ഇപ്പൊ ശിവൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതെന്താ പറയാ, അത് കേൾക്കുമ്പോ പാർവതിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഇനി ബേലാൽ ചോദിക്കരുത് ചോദിക്കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നേരത്തെ പറയാൻ പറ്റുന്ന ശരത് കുമാർ മരിക്കാൻ നേരം ശരത് കുമാർ പ്രേതമായിട്ട് തോന്നുന്നു ഇവന്റെ അടുത്ത് പറയാം. ഞാൻ വിചാരിക്കുന്നത് നീ എന്ത് തേങ്ങയുടെ. അല്ലല്ല, ആക്ച്വലി അതിനെപ്പറ്റി എനിക്ക് പറയാനുണ്ട്. അതായത് ആ സീൻ നടക്കുമ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ കോഫി ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് വന്ന കോഫി മെഷീൻ കേടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഇൻ്റർവെൽ ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ അകത്ത് വെക്കും, സീറ്റ് നമ്പർ പറഞ്ഞാൽ മതി, ഞങ്ങൾ കോഫി ഡെലിവറി ചെയ്തു. പടം തുടങ്ങി ഈ സീൻ നടക്കുമ്പോൾ എസ്പെഷ്യലി ശരത് കുമാർ അവിടെ മരിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പറേ മനോജ് മഞ്ജുവിൻ്റെ വിഷ്ണു മഞ്ജുവിൻ്റെ സ്വപ്നത്തിൽ വരികയാണ് അച്ഛൻ വരികയാണ്. അപ്പോൾ അച്ഛൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കോഫി കൊണ്ടു തന്നു. ഈ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സീൻ നടന്നുകൊണ്ടിരിക്കുക. കോഫി കുടിച്ചപ്പോഴാണ് എന്താ പ്രശ്നം, കോഫിയിൽ അമിതമായി വെള്ളം. അപ്പം അജിത്ത് ചൂടായി, ചേട്ടാ നമ്മൾ 50 രൂപ കൊടുക്കുന്ന കോഫിക്ക് എനിക്ക് നല്ല കോഫി വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ എന്നാ കൂറപ്പെടാതെ ഞാൻ തിയേറ്ററിൽ എഴുന്നേറ്റ് പോകത്തില്ല. ഞാൻ പറഞ്ഞ നീ പോയി ചോദിക്കുന്നുള്ളൂ. അജിത്ത് നേരെ പുറത്ത് പോയി ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല കോഫി വേണമെന്ന് പറഞ്ഞ് അവിടെ വെള്ളം വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴും ശരത് കുമാർ വരെ മടി കിടന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ തീർന്നില്ലേ? ഞാൻ പറഞ്ഞില്ല കുറേ നേരമായിട്ടുണ്ടത്. അത്രയ്ക്ക് ലെങ്ത് ഉണ്ടായിരുന്നു. അതായത് ഒരു വലിയ ആർഗ്യുമെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പിന്നെ നല്ല കോഫി അല്ല അജിത്ത് അജിത്ത് ആദ്യം പോലെ എങ്ങനെയും പുള്ളി ഇവിടുത്തെ ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള. അജിത്ത് സംബന്ധിച്ച് അജിത്തിനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് പ്രീതി മൂന്നിനെ കാണിക്കാനാണ്. പ്രീതി മൂന്നിനെ കണ്ടു സംതൃപ്തി അടഞ്ഞു, ഇനി പോവാമല്ലോ. എന്നോട് പറഞ്ഞു ചേട്ടാ നമുക്ക് ആ സീൻ കഴിയുമ്പോൾ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, പടത്തിൽ എത്ര നേരം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലോ, അതൊന്നും ഫുൾ പടം കാണണ്ടേ. ശരിക്കും പ്രീതി മൂന്നിന് സിനിമയിൽ അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രശ്നം. അതുള്ളതുകൊണ്ട് വില്ലനെ പെട്ടെന്ന് കൊല്ലേണ്ടി വന്നു. വേറെ ഒരു കാര്യമുണ്ട്, ഈ സിനിമയുടെ ഒരു പ്രൊമോഷണൽ പരിപാടികളോ അല്ലെങ്കിൽ മറ്റു പല പരിപാടിക്കും വന്നിട്ടില്ല. പ്രീതി മൂന്നില്ലായിരുന്നു. എനിക്ക് പുള്ളിക്കാരി ഇതിനെപ്പറ്റി പ്രത്യേകിച്ച്, കാരണം പുള്ളിക്കാരി ആ പാട്ടിലൊക്കെ വന്ന് ഹിറ്റ് ആവുന്നതിന് മുമ്പ് ഈ സിനിമയിൽ എന്തോ അഭിനയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ തമിഴ്പടത്തിൽ വന്നിട്ട് ഈ ഒരു പ്രോജക്റ്റിന് യെസ് പറഞ്ഞു. അത് മുമ്പായിരിക്കും വലിയൊരു പ്രോജക്റ്റാന്ന് പറഞ്ഞു. പക്ഷേ പ്രോജക്റ്റിന്റെ ആ ഒരു പോക്കും പരിപാടികളൊക്കെ എന്തിനാ ന്യൂസിലാൻഡിൽ ചെന്ന് ഷൂട്ട് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടല്ല മറ്റേ വില്ലൻ വന്നിരിക്കുന്ന സമയത്ത് ആൾക്കാരെ കൊന്നിട്ടേക്കുക, അവരെല്ലാരും സെൻസർ ബോർഡ് ആ സീൻ കണ്ടായിരുന്ന നമ്മൾ പറഞ്ഞില്ലത് ചോര കാണിക്കാൻ ഭയങ്കര സാധനമാണ്. എന്റെ ചേട്ടൻ മല മറിക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ കാണിക്കുമ്പോൾ മൊത്തം മലകയറിയ ആൾക്കാരെ കൊന്നിട്ട്. അതായത് വില്ലന്റെ ഇൻട്രോ സീനിൽ വില്ലൻ നടന്നു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഫുൾ രക്തമാണ്. കാല് വെക്കുന്ന ഷോട്ട് കാണിക്കുമ്പോൾ കാലൊഴിച്ച് ബാക്കി ഫുള്ള് ബ്ലറാണ്. എന്താ സംഭവം? ബ്ലറെന്ന് ഉദ്ദേശം വരെ പിക്സലേറ്റഡ് ബ്ലർ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബ്ലഡ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ ആൾക്കാരെ കൊന്നിട്ട് ഒരു മല പോലെ ആക്കി മറ്റേ കത്തിയിൽ വിജയ് പോയിരിക്കുന്ന പോലെ പുള്ളി അതിനെ മേളിൽ കയറിയിരിക്കുക. അപ്പോൾ പുള്ളി കയറി പോകുന്നത് മറ്റേ ബ്ലർ, അതായത് ജപ്പാനീസ് തുണ്ടുപടം കാണുന്ന ഫീലായിരുന്നു. അത് കങ്കുവയുടെ സെറ്റ് 2 ദിവസം റെന്റിന് കൊടുത്താൽ തോന്നും. അതേപോലെ അതായത് മറ്റേ അത് ഗുഹയല്ലേ, ഓൾറെഡി ബോബി ഡിയോൾ ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് ഗുഹയ്ക്കകത്തിരിക്കുക പുള്ളി. ബോബി ഡിയോളിന് ഷൂട്ട് കഴിഞ്ഞ് പോയ അടുത്ത ദിവസമാണ് അവരെ വിളിച്ചത്. എന്തിനാണ്? പക്ഷേ ഈ സെറ്റ് പൊളിക്കേണ്ട ഒരു പടം കൊണ്ട് ഷൂട്ട് ചെയ്യാണ്ട് വരട്ടെ. സോ അപ്പോൾ കണ്ണപ്പ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് നെഞ്ചു വിരിച്ച് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വരാം. കാര്യം
വിഷ്ണു മഞ്ജുവിൻ്റെ എഴുത്തിൽ വിരിഞ്ഞ ഒരു മഹാവിസ്ഫോടനം. നമ്മൾ എന്തോ അത് 100 അല്ല 110% നല്ല രീതിയിൽ അവർ നമുക്ക് തന്നു. സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി. നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്നു. സോ ഇങ്ങനെ സിനിമ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് പോകാം. പിന്നെ 180 രൂപ ടിക്കറ്റ് കൊടുക്കണം വേണമെന്ന് ആലോചിക്കും. 100 രൂപ 110 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുന്ന തിയേറ്ററിൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ പോയി കാണുന്നത് നല്ലതായിരിക്കും. ഈ സിനിമ നിങ്ങൾ OTT കാണൂല, കാര്യം നിങ്ങൾക്ക് അത്ര സമയം കഴിവഴിക്കാൻ നിങ്ങൾക്ക് കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി, എസ്പെഷ്യലി പോകുമ്പോൾ നിങ്ങളൊരു 3-4 പേരുമായിട്ട് ടീം ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിരിക്കുകയാണെങ്കിൽ 3 മണിക്കൂർ 3 മിനിറ്റ് പക്ക എൻ്റർടൈൻമെൻറ്റ്.